സ്പീക്കിംഗ് സ്കിൽ. ഇപ്പോൾ നമ്മളൊക്കെ ക്ലാസ് റൂമുകളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായിട്ടും നമ്മുടെ സഹ അധ്യാപകരുമായിട്ടൊക്കെ ഉള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലായിരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും വലിയൊരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ അതിനാസ്പദമായിട്ടുള്ള കുറേ വാക്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കുറേ വാക്യങ്ങളാണ് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഈ ക്ലാസ് നന്നായി ശ്രദ്ധിക്കുക. ഓരോന്നോരോ കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. ക്ലാസ് റൂം ഫ്രേസസ്, ക്ലാസ് റൂമിൽ യൂസ് ചെയ്യേണ്ട ഇംഗ്ലീഷ് വാക്യശകലങ്ങൾ എന്നാണ് ഈ ഒരു വേർഡ് കൊണ്ട് ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രീറ്റിംഗ്സ് ആണ് നോക്കാനുള്ളത്. നോർമലി ഗ്രീറ്റിംഗ്സൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. ക്ലാസ് റൂം ഫ്രേസസ്, ഫസ്റ്റ് ഗ്രീറ്റിംഗ്സ് നോക്കിക്കോളൂ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവറിബഡി, ഗുഡ് ആഫ്റ്റർനൂൺ എവറിബഡി, ഓർ ഗുഡ് മോർണിംഗ് എവറി വൺ, ഹലോ എവറി വൺ, ഹൗ ആർ യു ടുഡേ, ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ, ഹൗ ഈസ് ലൈഫ്, ആർ യു ഫീലിംഗ് ബെറ്റർ ടുഡേ സഹൽ. ഇതൊക്കെ നമ്മൾ ഒരാളെ ഫസ്റ്റ് കാണുമ്പോൾ ഗ്രീറ്റിംഗ്സ് ആയിട്ട് ചോദിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. എപ്പോഴും ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും അല്ലാതെ നമുക്ക് പിന്നെ ഹൗ ആർ യു ടുഡേ ഓർ ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ, ഈ ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ആർ യു എന്ന് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഹൗ ഈസ് ലൈഫ്, ജീവിതം എങ്ങനെ പോകുന്നു. ആർ യു ഫീലിംഗ് ബെറ്റർ ടുഡേ സഹൽ, സഹൽ ഇന്നെങ്ങനെ ഫീൽ ചെയ്യുന്നു, ബെറ്റർ ആണോ, ഫൈൻ ആണോ എന്നൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇനി നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈം ടു ബിഗിൻ, അപ്പോൾ നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതല്ലെങ്കിൽ ലെസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് നമ്മുടെ വിദ്യാർത്ഥികളുമായി നമുക്ക് എങ്ങനെ സംഭാഷണം നടത്താം അല്ലെങ്കിൽ അവരെങ്ങനെ അറിയിക്കാം എന്നുള്ളതാണ്. ലെറ്റ്സ് ബിഗിൻ അവർ ലെസൺ നൗ. ലെറ്റ്സ് ബിഗിൻ അവർ ലെസൺ നൗ. എന്താർത്ഥം? പിന്നെ ഇനി നമുക്ക് നമ്മുടെ പാഠങ്ങൾ തുടങ്ങാം എന്നാണ്. ഈ ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരംഭിക്കാം എന്നാണ് എൻ്റെ സൂചന. ഈസ് എവറിബഡി റെഡി ടു സ്റ്റാർട്ട്? എല്ലാവരും ലെസൺ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണോ? ഐ തിങ്ക് വി ക്യാൻ സ്റ്റാർട്ട് നൗ. നമുക്കിപ്പോൾ ആരംഭിക്കാം. നൗ വി ക്യാൻ ഗെറ്റ് ഡൗൺ ടു വർക്ക്. ഇനി നമുക്ക് ജോലിയിലേക്ക് ഇറങ്ങാം. ഇതൊരു ടീച്ചറുടെ വാക്യമല്ല കേട്ടോ. നമ്മളൊരു വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി വർക്ക് തുടങ്ങിയല്ലേ എന്നൊക്കെ പറയുന്നതാണ്. നൗ വി ക്യാൻ ഗെറ്റ് ഡൗൺ ടു വർക്ക്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു ടു ബി ക്വയറ്റ്. അപ്പോൾ നിങ്ങളൊക്കെ ശാന്തരാവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കുട്ടികളുടെ അടുത്ത് പറയാവുന്ന വാക്യമാണ്. കാരണം പലപ്പോഴും നമുക്കറിയാം ക്ലാസ് ശബ്ദമുഖരിതമായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരം സമയങ്ങളിൽ ഈ ഒരു കാര്യം പറയേണ്ടി വരും. We won't start until everyone is quiet. എല്ലാവരും മിണ്ടാതിരിക്കുന്നവരെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല. അതൊക്കെ പറയുമ്പോൾ ഒരു തരം താക്കീതാണ്. കുട്ടികൾ തീർച്ചയായിട്ടും ശാന്തരായി മാറും. സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് ബി ക്വയറ്റ്. സംസാരം നിർത്തൂ, മിണ്ടാതിരിക്കൂ. സിറ്റ് ഡൗൺ നൗ സോ വി ക്യാൻ സ്റ്റാർട്ട്. ഇപ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ അവരോട് കൊടുക്കേണ്ട ഒരു കമാൻഡാണ് സിറ്റ് ഡൗൺ നൗ സോ വി ക്യാൻ സ്റ്റാർട്ട്. പുട്ട് യുവർ തിങ്സ് അവേ. കാര്യങ്ങളൊക്കെ മാറ്റി വെക്കൂ. ചിലപ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന എന്തെങ്കിലുമൊക്കെ ടോയ്സോ മറ്റൊക്കെ എടുത്തുകൊണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യങ്ങളാണ് പുട്ട് യുവർ തിങ്സ് അവേ. അങ്ങനെയുള്ള സംഗതിയൊക്കെ കണ്ട് മാറ്റി വെച്ചേക്കൂ. ക്ലോസ് യുവർ ബുക്സ്. പലപ്പോഴും നമുക്ക് കുട്ടികൾ ബുക്സ് അടച്ചു വെച്ച ശേഷം പൂർണ്ണമായും നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും. അത്തരം സമയങ്ങളിൽ പറയേണ്ട ഒരു ഫ്രേസാണ് ക്ലോസ് യുവർ ബുക്സ്. പുട്ട് യുവർ ബുക്സ് അവേ. പുസ്തകം മാറ്റി വെച്ചേക്കൂ. പാക്ക് യുവർ തിങ്സ് അവേ. കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കൂ. ഇതിപ്പോൾ നമ്മൾ ക്ലാസ് ബെല്ലടിക്കാതെ ക്ലാസ് വിടാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയേണ്ടുന്നൊരു കാര്യമാണത്. പാക്ക് യുവർ തിങ്സ് അവേ. ഹു ഈസ് ആബ്സെൻറ്റ് ടുഡേ. സാധാരണ ഈ പ്രസൻ്റൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരിക. ഹു ഈസ് ആബ്സെൻറ്റ് ടുഡേ. ഹു ഈസിൻറ്റ് ഹിയർ ടുഡേ. ഇന്നിവിടെ ആരാ വരാത്തത്? ഇന്ന് ആരാണ് ആബ്സെൻ്റ് ഉള്ളത് എന്ന് തന്നെയാണ് മറ്റൊരു സ്റ്റൈലിൽ ഇന്നിവിടെ ആരാ വരാത്തത്.
അപ്പോൾ ഒരേ സ്റ്റൈൽ തന്നെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ കേൾക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഒരു അരോചകത ഉണ്ടാകുമ്പോൾ മാറി മാറിയ ഫ്രേസുകൾ യൂസ് ചെയ്യാം. അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ ഘടകമാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ലേറ്റ് കമേഴ്സായിട്ട് വരുന്ന കുട്ടികളുമായിട്ട് നമുക്ക് എങ്ങനെ സംവേദിക്കാം? സാധാരണ എല്ലാ സ്കൂളുകളിലും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ലേറ്റ് കമേഴ്സ്, അല്ലേ? അപ്പോൾ ലേറ്റ് കമേഴ്സുമായിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് സംസാരിക്കാനും ആശയവിനിമയം ചെയ്യാനും കഴിയാം? Where have you been? Where have you been? നീ എവിടെ ആയിരുന്നു? Where have you been? നീ എവിടെ ആയിരുന്നു? We started 10 minutes ago. നമ്മൾ ക്ലാസ് 10 മിനിറ്റ് മുമ്പ് ആരംഭിച്ചു. What have you been doing? നീ എന്ത് ചെയ്യായിരുന്നു? നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? Did you miss your bus? നിനക്ക് എൻ്റെ ബസ് മിസ്സായോ? Did you oversleep? നീ വല്ലാതെ ഉറങ്ങിപ്പോയോ? Don't let it happen again. ഈ കാര്യങ്ങൾ വീണ്ടും സംഭവിക്കാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇനി സംഭവിക്കരുത്. Don't let it happen again. Wait a minute. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. Hang on a moment. ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യൂ. ജസ്റ്റ് ഹോൾഡ് ഓൺ എ മൊമെൻറ്റ്. ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യൂ. ആ മൂന്നും ഒരേ സൂചനയാണ്, ഒരേ അർത്ഥമാണ്. ഓക്കെ, അടുത്തത് തന്നെ. ജസ്റ്റ് എ മൊമെൻറ്റ് പ്ലീസ്. ഒരു നിമിഷം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടി ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ HMO അല്ലെങ്കിൽ പ്രിൻസിപ്പാളോ മറ്റോ നമ്മളൊന്ന് വിളിപ്പിച്ചു. അപ്പോൾ കുട്ടിയോട് റീസൺ ചോദിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് ആവണം. ശേഷം നമ്മൾ കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്താൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇത്തരം വൈകി വരുന്ന ശീലങ്ങൾ കുട്ടികൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അർത്ഥത്തിൽ കുട്ടിയോട് പറയാം, ജസ്റ്റ് എ മൊമെൻറ്റ് പ്ലീസ്, നീ അവിടെ നിൽക്കുക, ക്ലാസ് കയറരുത്, ഞാനിപ്പോൾ മടങ്ങി വരാം. വൺ മോർ തിങ്സ് ബിഫോർ യു ഗോ. നീ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും വർക്കുകൾ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ പറയാവുന്ന കാര്യമാണ്. ബാക്ക് ടു യുവർ പ്ലേസസ്. ഒരു കുട്ടി നമ്മൾ പ്രസൻ്റ് എടുക്കുകയാണ്, ടേബിളിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ കുട്ടിയോട് തിരിച്ച് ബെഞ്ചിൽ പോയിരിക്കാൻ പറയുന്ന ഒരു മെസ്സേജാണ് ബാക്ക് ടു യുവർ പ്ലേസസ്. ബാക്ക് ടു യുവർ പ്ലേസ് എന്നും പറയാട്ടോ, ബാക്ക് ടു യുവർ പ്ലേസ് എന്നും പറയാം. ഇനി ഹോംവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓരോ കാറ്റഗറിയാണ്. അത്യാവശ്യം നമുക്കൊരു നല്ല ടീച്ചറായിട്ട് ക്ലാസ് റൂമിൽ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് മാത്രം യൂസ് ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഒരു ബുക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് അതിനു വേണ്ടി ഈ ബുക്ക് തയ്യാറാക്കാൻ വേണ്ടി കുറേ സമയം ഞാൻ നീക്കി വെച്ചപ്പോൾ അവിടെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ക്ലാസ് റൂമിൽ നമ്മൾ കുട്ടികളുമായിട്ട് ആശയവിനിമയം ചെയ്യുമ്പോൾ എന്തെല്ലാം നമുക്ക് അവരുമായിട്ട് ഇംഗ്ലീഷിൽ ആശയവിനിമയം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് മുഴുവനുള്ള ആ ഇംഗ്ലീഷ് സ്ട്രക്ചർ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നമുക്ക് ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്താൻ കഴിയണം. എങ്കിലേ ഇതുകൊണ്ടൊരു വലിയൊരു പ്രയോജനം നമ്മുടെ പഠിതാക്കൾക്ക് ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, സോ ഹോംവർക്കുകൾ എങ്ങനെ ചോദിക്കാം? ദിസ് ഈസ് യുവർ ഹോംവർക്ക് ഫോർ ടുനൈറ്റ്. ഇപ്പോൾ നമ്മൾ ഹോംവർക്ക് കൊടുക്കുകയാണ്, ഹോംവർക്ക് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടിയോട് പറയുകയാണെന്ത്, ഇന്ന് രാത്രി നിനക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് ഇതാണ്. ദിസ് ഈസ് യുവർ ഹോംവർക്ക് ഫോർ ടുനൈറ്റ്. ഇന്ന് രാത്രി എന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന വാക്കാണ് ടുനൈറ്റ്. പ്രിപ്പയർ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഫോർ മൺഡേ. അടുത്ത ചാപ്റ്റർ എല്ലാവരും തിങ്കളാഴ്ചയിലേക്ക് പ്രിപ്പയർ ചെയ്ത് വരിക. അതെന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മുതിർന്ന ക്ലാസ്സുകളിലൊക്കെ ചാപ്റ്റർ എടുക്കുന്ന മുമ്പ് കുട്ടികളെ ചാപ്റ്റർ ഒന്ന് വായിക്കുക എന്നുള്ളത് പല അധ്യാപകരും നിർദ്ദേശിക്കാറുണ്ട്, റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ടും ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാവാൻ കൂടി സഹായകമായൊരു കാര്യമാണത്. അപ്പോൾ ആ അർത്ഥത്തിൽ പറയുകയാണ്, പ്രിപ്പയർ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഫോർ മൺഡേ. ദർ ഈസ് നോ ഹോംവർക്ക് ടുഡേ. പിന്നെ നമുക്ക് അന്ന് ഹോംവർക്കൊന്നും കൊടുക്കാനില്ലെങ്കിൽ ദർ ഈസ് നോ ഹോംവർക്ക് ടുഡേ. ഇനി അടുത്ത് റിമെമ്പർ യുവർ ഹോംവർക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അവിടെ നിങ്ങളുടെ ഹോംവർക്ക് ഓർക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ കാര്യമൊന്നും നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യാറില്ല. മലയാളത്തിൽ ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യാനുള്ള ഹോംവർക്കിൻ്റെ കാര്യം മറക്കരുത്. ടേക്ക് എ വർക്ക് ഷീറ്റ് ആസ് യു ലീവ്. വർക്ക് ഷീറ്റ് എടുത്തോളൂ. സാധാരണ ഈ ഇൻ്റർനാഷണൽ സ്കൂളിലൊക്കെ തന്നെ കുട്ടികൾ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ഷീറ്റുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതും അവർ പോകുമ്പോൾ കൊണ്ടുപോകണം എന്നർത്ഥത്തിലാണ് ടേക്ക് എ വർക്ക് ഷീറ്റ് ആസ് യു ലീവ്. ലീവ് എന്ന് പറഞ്ഞ സ്ഥലം വിടുക, വീട്ടിലേക്ക് പോവുക. ഇനി
ഗുഡ് ബൈ ആണ്, വിട പറയുക. വിട പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ നോക്കേണ്ടത്? ഗുഡ് ബൈ എവറി വൺ, സി യു അഗെയിൻ നെക്സ്റ്റ് വെനസ്ഡേ. നമുക്കിനി അടുത്ത വെനസ്ഡേ കാണാം. അപ്പോൾ ഇത് സാധാരണ ചൊവ്വാഴ്ച ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ സി യു അഗെയിൻ നെക്സ്റ്റ് വെനസ്ഡേ എന്ന് പറയുമ്പോൾ അതിലൊരു എന്താ പറയുക, ഒരു നല്ല സ്റ്റൈലല്ല. പകരം ഇപ്പോൾ ചൊവ്വാഴ്ച ക്ലാസ് ലീവാണെന്ന് കരുതിക്കോളൂ. തിങ്കളാഴ്ച നിങ്ങൾ, അല്ലെങ്കിൽ ഞായറാഴ്ച ലീവാണ്, നിങ്ങൾ ശനിയാഴ്ചയാണ് ആ ക്ലാസ് വിടുന്നത്. ആ സമയത്ത് പറയുകയാണ് സി യു അഗെയിൻ നെക്സ്റ്റ് വെനസ്ഡേ. ഇനി നിങ്ങൾ ചൊവ്വാഴ്ച പറയുകയാണെങ്കിൽ ആ വെനസ്ഡേ എന്നുള്ളത് സി യു അഗെയിൻ ടുമോറോ, സി യു അഗെയിൻ ടുമോറോ, നാളെ വീണ്ടും കാണാം. ഓക്കെ, സി യു ടുമോറോ ആഫ്റ്റർനൂൺ. അപ്പോൾ സാധാരണ നമ്മൾ ഓരോ പീരീഡിനും ഓരോ അധ്യാപകർ എന്ന കൺസെപ്റ്റ് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് മോർണിംഗ് ക്ലാസ്സിലേക്ക് എത്താൻ കഴിയില്ല. നമ്മുടെ പീരീഡ് എപ്പോഴാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ സി യു ടുമോറോ ആഫ്റ്റർനൂൺ, സി യു അഗെയിൻ ആഫ്റ്റർ ദ ബ്രേക്ക്, സി യു അഗെയിൻ ആഫ്റ്റർ ദ ബ്രേക്ക്. ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ഹോളിഡേ. സാധാരണ തിങ്കൾ ടു വെള്ളി വരെയാണ് സ്കൂളുകൾ ഉണ്ടാവുക. ചില സ്കൂളുകൾ ശനിയാഴ്ചകൾ ഉണ്ടാവാറുണ്ട്. സൺഡേ ഒരു ഹോളിഡേ ആണ്. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് നല്ലൊരു വിഷ് നേരാം അവിടെ. ഹാവ് എ ഗുഡ് ഹോളിഡേ, എൻജോയ് യുവർ വെക്കേഷൻ. സോ വെക്കേഷൻ എന്ന് പറയുമ്പോൾ അതൊരു സമ്മർ വെക്കേഷനൊന്നും ആക്കി എടുക്കണ്ട കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ ഈ ഓണത്തിനൊക്കെ സ്കൂൾ അടക്കുന്നതുണ്ടല്ലോ, ഒരു വെക്കേഷനാണ്. അതുപോലെ ക്രിസ്മസിന് അടക്കുന്നതും ഒരു വെക്കേഷനാണ്. അപ്പോൾ ആ ഒരു കേസിലൊക്കെ നമ്മൾ എക്സാം കഴിഞ്ഞ് ഈ ഓണപ്പരീക്ഷ കഴിഞ്ഞാണല്ലോ ആ ഒരു വെക്കേഷൻ വരിക. അതുപോലെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാണ് വെക്കേഷൻ വരുന്നത്, 10 days വെക്കേഷൻ. അപ്പോൾ നമുക്ക് എക്സാം കഴിഞ്ഞ് പോകുന്ന കുട്ടികളോട് പറയാം എൻജോയ് യുവർ വെക്കേഷൻ. ഓക്കെ, യെസ്. ആൻഡ് ഇനി അടുത്തതാണ്, കുട്ടികൾക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് അവരെ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും, നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് കൊടുക്കുക എന്ന കാര്യമാണ് നമുക്ക് ഇനി നോക്കാനും മനസ്സിലാക്കാനും ഉള്ളത്. ഓക്കെ, ഓക്കെ. ഗിവിങ് ഇൻസ്ട്രക്ഷൻ. കം ഔട്ട് ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദ ബോർഡ്. അപ്പം നമ്മളൊരു കുട്ടിയോട്, ആ കുട്ടി ഇരിക്കുന്ന ബെഞ്ചിൽ നിന്നും ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് എന്തെങ്കിലും വൈറ്റ് ബോർഡിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ വേണ്ടി പറയുകയാണെങ്കിൽ അതിങ്ങനെയാവാം. കം ഔട്ട്, റൈറ്റ് ഇറ്റ് ഓൺ ദ ബോർഡ്. ലിസൺ ടു ദ ഓഡിയോ പ്ലീസ്. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂം ആയി മാറിയിരിക്കുകയാണ്. ഒരു സ്മാർട്ട് ടി വി അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടി വി ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടികളെ ഈ വിഷ്വൽസുകളും അതുപോലെ ഓഡിയോ ക്ലിപ്പൊക്കെ കേൾപ്പിച്ചിട്ട് അവരെ കൊണ്ട് പല വർക്കുകളും ടാസ്കുകളും ചെയ്യിപ്പിക്കുന്നത് ഇന്ന് ക്ലാസ് റൂമുകളിലുണ്ട്. അപ്പം അത്തരം ഇതിന് നമുക്ക് ലിസൺ ടു ദ ഓഡിയോ ഓർ ലിസൺ ടു ദ വിഷ്വൽസ് ഓർ ലുക്ക് ടു ദ വിഷ്വൽസ് പ്ലീസ് എന്നൊക്കെ പറയാം. ഗെറ്റ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓഫ് 4. 4 പേര് വീതമുള്ള ഗ്രൂപ്പായി മാറുക എല്ലാവരും. അതാണ് ഗെറ്റ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓഫ് 4. കുട്ടികളെ കളിപ്പിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഇത്തരം ഗ്രൂപ്പിംഗ് ചെയ്യേണ്ടി വരും. ഫിനിഷ് ഓഫ് ദിസ് സോങ് അറ്റ് ഹോം. വീട്ടിൽ നിന്ന് ഈ പാട്ട് പാടി പൂർത്തിയാക്കുക എന്നാണ് പലപ്പോഴും ആർട്സുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണത്. ലെറ്റ്സ് സിങ് എ സോങ്. നമുക്കൊരു പാട്ട് പാടാം. എവ്രിബഡി പ്ലീസ്. എല്ലാവരും വരൂ. ഓൾ ടുഗദർ നൗ. എല്ലാവരും ഒരുമിച്ച്. ദ ഹോൾ ക്ലാസ് പ്ലീസ്. ക്ലാസ് മുഴുവൻ. ഐ വാണ്ട് യു ഓൾ ടു ജോയിൻ ഇൻ. എല്ലാവരും ജോയിൻ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുഡ് യു ട്രൈ ദ നെക്സ്റ്റ് വൺ. അടുത്തത് പരീക്ഷിക്കാവോ. ഐ വുഡ് ലൈക്ക് യു ടു റൈറ്റ് ദിസ് ഡൗൺ. എല്ലാവരും ഇത് എഴുതിയെടുക്കണം എന്നാണ് എൻ്റെ താല്പര്യം. വുഡ് യു മൈൻഡ് സ്വിച്ചിങ് ദ ലൈറ്റ് ഓൺ. ആ ലൈറ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാവോ. ഹൂ വുഡ് ലൈക്ക് ടു റീഡ്. ആർക്കാണ് വായിക്കാൻ താല്പര്യം. വിച്ച് ടോപ്പിക് വിൽ യുവർ ഗ്രൂപ്പ് റിപ്പോർട്ട് ഓൺ. നിങ്ങളുടെ ഗ്രൂപ്പ് ഏത് ടോപ്പിക്കാണ് റിപ്പോർട്ട് ചെയ്തത്. പലപ്പോഴും കുട്ടികൾക്ക് ഈ ക്ലാസ് ഡിസ്കഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ, GD അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ടോപ്പിക്കുകൾ കൊടുക്കുന്നൊരു സ്റ്റൈല് ക്ലാസ് റൂമിൽ ഉണ്ടാവാറുണ്ട്. മുതിർന്ന ക്ലാസ്സിലാണ് കൂടുതലും വരാറുള്ളത്. അപ്പോൾ അവിടേക്ക് നമ്മൾ ടോപ്പിക്കുകൾ കുറേ എണ്ണം ബോർഡിൽ എഴുതി അതിൽ ഓരോ ഗ്രൂപ്പ് നമ്മൾ 4 പേര് വീതം 5 പേര് വീതമുള്ള ഓരോ ബെഞ്ചിനെയും ഒരു ഗ്രൂപ്പാക്കി മാറ്റി. അങ്ങനെ ഓരോ ഗ്രൂപ്പിനോട് നമ്മൾ ചോദിക്കുകയാണ് ഏത് ടോപ്പിക്കാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഡു യു വാണ്ട് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ.
നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയുമോ? ആൻസർ ചെയ്യാവോ? ആൻസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി അതർ ജനറൽ ഫ്രേസസ്, നമ്മൾ നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി തന്നെ വേറെ യൂസ് ചെയ്യുന്ന ഫ്രേസുകൾ കൂടി വരുന്നുണ്ട്. വാട്ട് പേജ് ആർ വി ഓൺ? നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ലെസൺ എടുത്തു, ഫുള്ളായില്ല, പക്ഷേ അത് നമ്മളെ ഓർമ്മയിലില്ല. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾക്ക് പലപ്പോഴും അത് ഓർമ്മയിലുണ്ടായിരിക്കും. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നമ്മൾ ഏത് പേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഐ എം റെഡി, മേ ഐ സ്റ്റാർട്ട് ഇറ്റ്? ഞാൻ തയ്യാറാണ്, ഞാൻ തുടങ്ങിക്കോട്ടെ. ക്യാൻ ഐ ഗോ ഔട്ട്? ഞാൻ പുറത്ത് പോയിക്കോട്ടെ. ക്യാൻ ഐ ആൻസർ ദ ക്വസ്റ്റ്യൻ? ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോട്ടെ. ക്യാൻ ഐ സ്വിച്ച് ഓഫ് ദ ലൈറ്റ്സ്? ഞാൻ ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്തോട്ടെ. ടീച്ചർ പ്ലീസ് ക്യാൻ യു റിപ്പീറ്റ് അഗെയിൻ? അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ടീച്ചറെ? ക്യാൻ ഐ ഓപ്പൺ ദ വിൻഡോ? ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്തോട്ടെ. ക്യാൻ വി പാക്ക് അവർ തിങ്സ് നൗ? ഞങ്ങളെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തോട്ടെ. മേ ഐ ജോയിൻ ദ ക്ലാസ് ഗ്രൂപ്പ്? ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടെ. വാട്ട് ഈസ് ദ ഹോംവർക്ക്? എന്താണ് ഹോംവർക്ക് ഉള്ളത്? ഡു വി ഹാവ് ടു റൈറ്റ് ദിസ് ഡൗൺ? ഞങ്ങൾ ഇത് എഴുതേണ്ടതുണ്ടോ? അപ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ഇതിൽ പലതും കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം കൂടിയാണ് കേട്ടോ. അതും കൂടി നമുക്കറിയണം, എങ്കിലേ അവരെ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നന്നായി ചെയ്യുന്നൊരു കുട്ടിയായിട്ട് വാർത്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു നോട്ട്സ് എഴുതേണ്ടതുണ്ടോ? നിർബന്ധമുണ്ടോ? സോറി ഫോർ ബീയിങ് ലേറ്റ്. വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു. സോറി ഫോർ ബീയിങ് ലേറ്റ്. സാധാരണ ഓഫീസിലേക്കും ക്ലാസ്സിലേക്കും വൈകുകയാണെങ്കിൽ ഈ ഒരു സ്റ്റൈല് എല്ലാ അധ്യാപകരും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. മേ ഐ ഓപ്പൺ ക്ലോസ് ദ വിൻഡോ? ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്തോട്ടെ അല്ലെങ്കിൽ ക്ലോസ് ചെയ്തോട്ടെ? ഈ മേയും ക്യാനും രണ്ടും അനുവാദം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ മേ ആവുമ്പോൾ കൂടുതൽ ഒഫീഷ്യലായിട്ട് അത് നമ്മൾ ക്ലാസ്സിലൊക്കെ ടീച്ചർമാരോടൊക്കെ ചോദിക്കുന്നൊരു ഫോമാണ് മേ ഐ. എന്നാൽ ഫ്രണ്ട്സിനോടാണെങ്കിലാണ് ക്യാൻ ഐ വരിക. അപ്പോൾ ക്യാൻ ഐ കൂടുതൽ ഫ്രണ്ട്ലി ആണ്. ക്യാൻ ഐ ഗോ ടു ദ ബോർഡ്? ഞാൻ ബോർഡിനടുത്തേക്ക് പൊക്കോട്ടെ. ക്യാൻ ഐ കമിൻ? ഞാൻ അകത്തേക്ക് വരട്ടെ. ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് മോർ പ്ലീസ്? ഒരിക്കൽ കൂടി ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? മേ ഐ ഗോ ഔട്ട് പ്ലീസ്? ഞാൻ പുറത്ത് പോയിക്കോട്ടെ. ഈസ് ദിസ് റൈറ്റ്? ഇത് ശരിയാണോ? ഈസ് ദിസ് കറക്റ്റ്? രണ്ടൊരേ മീനിങ് ആണ് കേട്ടോ. ഐ എം സോറി, ഐ ഡിഡ് നോട്ട് ഹിയർ. ഞാൻ കേട്ടില്ല, നിങ്ങൾ പറഞ്ഞു കേട്ടില്ല. ക്യാൻ യു സ്പീക്ക് ലൗഡർ പ്ലീസ്? ഒന്ന് ഉറക്കെ പറയാവോ? വിച്ച് ബുക്ക്? ഏത് പുസ്തകം? ക്യാൻ യു എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ? ഒന്നും കൂടി ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാവോ? വെൻ ഈസ് ദ ഹോംവർക്ക് ഫോർ? എപ്പോഴേക്കാണ് ഹോംവർക്ക് ഉള്ളത്? ഈ ഹോംവർക്ക് തന്ന ഹോംവർക്ക് എപ്പോഴേക്കാണ് പൂർത്തിയാക്കേണ്ടത്? ഐ ഹാവ് ഡൺ ദിസ്? ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോംവർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ പറയുന്നൊരു ഫോമാണ് ഐ ഹാവ് ഡൺ ദിസ്. ഇനി ക്യാൻ ഐ ഗോ ടു ദ ടോയ്ലറ്റ്? ഞാൻ ടോയ്ലറ്റ് പോയിക്കോട്ടെ. ക്യാൻ ഐ പുൾ അപ്പ് ദ ബ്ലൈൻഡ്സ്? ഞാൻ ബ്ലൈൻഡ് കർട്ടൻ മറ്റൊക്കെ നീക്കി ഇട്ടോട്ടെ. ക്യാൻ ഐ പുൾ ഡൗൺ ദ ബ്ലൈൻഡ്സ്? ഞാൻ ആ കർട്ടൻ നീക്കിക്കോട്ടെ. പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ കർട്ടൻ പൊക്കുകയാണ്, പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ കർട്ടൻ താഴേക്ക് ഇടുകയാണ്. ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്? ദയവായി എന്നെ സഹായിക്കാവോ? പ്ലീസ് മൂവ് എ ലിറ്റിൽ? അല്പം നീങ്ങിയിരിക്കൂ. ഇതൊക്കെ കുട്ടികളും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ധാരണ വേണം. അതിലേക്കാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇനി ബിഫോർ ദ ലെസൺ സ്റ്റാർട്ടിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഹൗ ആർ യു ദിസ് മോർണിംഗ് റഹാന? ഡു യു ഹാവ് എ കോൾഡ്? ഡു യു ഹാവ് എ കോൾഡ് പറഞ്ഞാൽ നിനക്കൊരു കോൾഡ് ഉണ്ടോയെന്നല്ല, നിനക്ക് ജലദോഷം പിടിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ടേക്കിംഗ് അറ്റൻഡൻസ്. പലപ്പോഴും അറ്റൻഡൻസ് യൂസ് ചെയ്യുമ്പോൾ അറ്റൻഡൻസ് എടുക്കേണ്ട സമയത്ത് നമുക്ക് കുറേ ഇംഗ്ലീഷ് ഫ്രേസുകൾ, വാക്യങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. അത്തരം വാക്യങ്ങളാണ് അടുത്ത കാറ്റഗറിയിൽ വരുന്നത്. സാലിം. അപ്പോൾ സാലിം പ്രസൻറ്റ് പറയേണ്ടത് യെസ് സർ ഓർ യെസ് ഹിയർ എന്നൊക്കെ പറയാം. ഈസ് ജാസ്മിൻ ആബ്സെൻറ്റ് ടുഡേ? അപ്പോൾ അതിന് കുട്ടികൾ പറയുന്ന മറുപടി നോ, അവൾ വൈകിയതാണ് കേട്ടോ, അതുകൊണ്ടാണ് ക്ലാസ് ഇല്ലാത്തത്. ഇപ്പോൾ നോ ഷീ ഈസ് കമ്മിങ്. യെസ് ഷീ ഈസ് ആബ്സെൻറ്റ് ആണെങ്കിൽ യെസ് ഷീ ഈസ് ആബ്സെൻറ്റ്. അല്ല, അവൾ വൈകി എത്തിയിട്ടില്ല. അപ്പോൾ കുട്ടികൾ പറയുകയാണ് നോ ഷീ ഈസ് കമ്മിങ്. വെർ ഈസ് മോഹൻ എവിടെ? ഹീസ് ആബ്സെൻറ്റ്. കുട്ടികൾ പറഞ്ഞ മറുപടിയാണ് ഹീസ് ഇൻ ദ ഓഫീസ്. അവൻ ഓഫീസിൽ പോയിരിക്കുകയാണ്. ഓക്കെ. ഇനി
ഒരു ലെസൺ നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഫോം? ഇത് ആദ്യം പറഞ്ഞത് തന്നെയാണ്, എങ്കിലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ പ്രയോഗങ്ങൾ ഉണ്ടാവും. ഓക്കെ, പ്ലീസ് സിറ്റ് ഡൗൺ എവ്രി വൺ. എല്ലാവരും ഇരുന്നോളൂ. ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് ലെസൺ. നമുക്ക് ഇന്നത്തെ പാഠങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് ടൈം ടു ബിഗിൻ. തുടങ്ങാൻ സമയമായിരിക്കുന്നു. പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ്. സംസാരം നിർത്തൂ. ലെറ്റ്സ് ക്വിക്ക്ലി റിവ്യൂ ദ ലാസ്റ്റ് ലെസൺ. നമുക്ക് കഴിഞ്ഞ പാഠം പെട്ടെന്ന് റിവ്യൂ ചെയ്യാം, ഒന്ന് ഓടിച്ച് നോക്കാം. ട്രൈ ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ. എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ ശ്രമിക്കൂ. റൈറ്റ്, കറക്റ്റ്, നിയർലി റൈറ്റ്, ക്ലോസ്, ഓൾമോസ്റ്റ്. ഇതൊക്കെ നമ്മൾ കുട്ടികൾ പറയുന്ന ഉത്തരങ്ങൾ ശരിയാണ്, ഭാഗികമായി ശരിയാണ്, അങ്ങനെയൊക്കെ ആവുമ്പോൾ പറയേണ്ട ആൻസറാണ്. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ റൈറ്റ്, കറക്റ്റ് എന്ന് പറയാം. എന്നാൽ ഭാഗികമായിട്ടാണ് അവർ പറഞ്ഞ ആൻസർ ശരിയാണെങ്കിൽ നിയർലി റൈറ്റ്, ക്ലോസ്, ഓൾമോസ്റ്റ് എന്നൊക്കെ പറയാവുന്നതാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ഓൺ പേജ്. നമുക്ക് ഇന്ന പേജ് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ പേജ് നമ്പർ കൂടി അവസാനം പറയുന്നത് ഒരു സ്റ്റൈലാണ്. ലെറ്റ് സ്റ്റാർട്ട് അറ്റ് ലൈൻ. ഒരു പോയമൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ തലേന്ന് ഇത്ര വരികൾ പഠിപ്പിച്ച് കഴിഞ്ഞു, ഇന്ന് നമ്മൾ വേറൊരു പുതിയ വരിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് അറ്റ് ലൈൻ നമ്പർ 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പ്ലീസ് ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡിൽ നോക്കൂ. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കോളൂ. നൗ ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ടു പേജ് നമ്പർ 33. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് പേജ് നമ്പർ 33 എടുക്കൂ. കം ടു ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്തേക്ക് വരൂ. റൈറ്റ് ദിസ് ഡൗൺ ഇൻ യുവർ നോട്ട് ബുക്ക്. ഈ കാര്യം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കൂ. പാസ് ബാക്ക് ദീസ് ഷീറ്റ്. ഈ ഷീറ്റ് അല്ലെങ്കിൽ ഹാൻഡ് ഔട്ട്സ്. ഈ ഹാൻഡ് ഔട്ട്സ് പറഞ്ഞാൽ ഷീറ്റ് ഓഫ് പേപ്പറാണ്. ഇതൊന്ന് പാസ് ചെയ്തേക്കൂ കുട്ടികളിലേക്ക്, ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ലെസൺ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത്? There will be no homework for today. ഇന്ന് ആർക്കും ഹോംവർക്ക് ഇല്ല. കം ടു ദ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡിന് അടുത്തേക്ക് വരൂ. റൈറ്റ് ദിസ് ഡൗൺ ഇൻ യുവർ നോട്ട് ബുക്ക്. ഈ കാര്യം നോട്ട് ബുക്കിൽ എഴുതി വെച്ചേക്കൂ. പാസ് ബാക്ക് ദീ ഷീറ്റ്സ് ഹാൻഡ് ഔട്ട്സ്. ഈ പേപ്പറുകളൊന്ന് കൊടുത്ത് തിരിച്ചു വാങ്ങിക്കൂ. അത് പേപ്പർ കൊടുക്കുന്ന കുട്ടികൾക്കൊന്നും എഴുതാൻ വേണ്ടിയാണ്, ഏകദേശം തിരിച്ചു വാങ്ങാനും കൂടി പറയുന്നുണ്ട്. ആണ് പാസ് ബാക്ക്. പ്ലീസ് ഡു ദ എക്സസൈസ് ഓൺ പേജ് 9. പേജ് 9 പറഞ്ഞ എക്സസൈസ് ചെയ്യൂ. പ്ലീസ് റീഡ് പേജ് ഫ്രം 9 to 12. പേജ് 9 മുതൽ 12 വരെയുള്ള പേജുകൾ വായിക്കൂ. ടുമോറോ വി വിൽ സ്റ്റഡി ലെസൺ 5. നാളെ നമ്മൾ ലെസൺ 5 ആവും പഠിക്കാം. ദർ ഇസ് ദ ബിൽ. ഇതാ ബെല്ലടിച്ചു. ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. ഇന്ന് ക്ലാസ് കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. സാധാരണ ഒരു ക്ലാസ് എൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന ഫോമാണ് ദാറ്റ്സ് ഓൾ. ദ ലെസൺ ഈസ് ഓവർ ഫോർ ടുഡേ. ഇന്ന് ഉള്ള പാഠം കഴിഞ്ഞു. വി ഹാവ് റൺ ഔട്ട് ഓഫ് ടൈം. നമുക്ക് സമയം തീർന്നു. റൺ ഔട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ സമയം തീർന്നു പോയി എന്നാണ് അർത്ഥം. ഗുഡ് ബൈ ക്ലാസ്, സീ യു ഓൺ ഫ്രൈഡേ, ഹാവ് എ ഗുഡ് ഡേ. സാധാരണ നമ്മൾ ഇപ്പോൾ വെനസ്ഡേ ക്ലാസ് അവസാനിപ്പിച്ചു. തേഴ്സ്ഡേ നമുക്ക് അവിടെ പിന്നെ പീരീഡ് ഇല്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ പറയേണ്ട ഫോമാണ് ഗുഡ് ബൈ ക്ലാസ്, സീ യു ഓൺ ഫ്രൈഡേ, ഹാവ് എ ഗുഡ് ഡേ. ഇതൊക്കെ നമ്മൾ ക്ലാസ് അന്ന് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നൊരു ഫോമാണ്. നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്, അതുകൂടി ആ വീക്ക് കഴിഞ്ഞുവെങ്കിൽ ഹാവ് എ നൈസ് വീക്കെൻഡ്. സാധാരണ ഈ സൺഡേക്ക് പറയുന്ന പേരാണ് വീക്കെൻഡ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. സീ യു നെക്സ്റ്റ് വീക്ക്. പിന്നെ അടുത്ത ആഴ്ച കാണാം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് ടോപ്പിക് വൈസ് പ്രസൻറ്റേഷനാണ്. ഇത് സ്റ്റുഡൻസിന് ചെയ്യാനുള്ളതാണ്. പക്ഷേ നമുക്ക് അധ്യാപകർക്ക് ഇത് കൃത്യമായിട്ട് എന്താണ് എന്ന് അറിയണം. ഇതെല്ലാവരും എഴുതി അല്ലെങ്കിൽ ടൈപ്പൊക്കെ ചെയ്തെടുത്തുകൊണ്ട് കയ്യിൽ ഒരു ഷീറ്റായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എന്തായാലും നിങ്ങളുടെ അധ്യാപക ജോലി നിങ്ങൾക്ക് ഏറ്റവും വലിയ ആവശ്യം വരുന്ന സംഭവമാണിത്. കുട്ടികളെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തുക, അവരെ കൊണ്ട് ഒരുപാട് ടാസ്ക് ചെയ്യിപ്പിക്കുക. ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് സ്കൂളിൽ നിലനിൽപ്പുള്ളൂ എന്ന് പറയാം. ബാക്കിയുള്ള സ്റ്റാഫിന് നിലനിൽപ്പുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് ഇങ്ങനെയുള്ള അധ്യാപകരെയാണ് കുട്ടികളെ സാധാരണ അപ്പോൾ നമ്മളെ പാരൻസൊക്കെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഡൊണേഷനൊക്കെ കൊടുത്തിട്ട് വലിയ ഫീയും അഫോർഡ് ചെയ്തുകൊണ്ട് അവർ കൊണ്ടുപോയി ചേർക്കുന്നതിന് വേണ്ടിയാണ്, ഈ ഭാഷാപരമായിട്ടുള്ള സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളും ഒരു പാരൻ്റ് ആയിട്ട് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മളൊക്കെ മക്കൾ
നന്നായിട്ട് ഇംഗ്ലീഷ് പഠിച്ച് വളരണം. സോ അപ്പോൾ അങ്ങനെ പാരൻസ് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പാരൻസിൻ്റെ മനഃശാസ്ത്രമൊക്കെ നോക്കിയിട്ടാണ് ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. കാരണം സ്കൂളിൽ കുട്ടികൾ വേണം എങ്കിലേ അവർക്ക് എന്താ പറയുക ബ്രേക്ക് ഈവനും കഴിഞ്ഞ് ആ മാനേജ്മെൻറ്റിന് ഒരു പ്രോഫിറ്റ് ഈ ഒരു പിന്നെ സ്കൂള് പ്രോഫിറ്റബിളായിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ അവർക്ക് പാരൻസിന് നല്ല ഒരു സപ്പോർട്ട് വേണം. ഈ പാരൻസ് ആവട്ടെ കുട്ടികളെ നന്നായി പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം നൽകുന്ന ടീച്ചറെ ഒന്നുകൂടി ഒരു ശ്രദ്ധിക്കുന്ന ഒരു പതിവ് പാരൻസിൻ്റെ അടുത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ടീച്ചർക്ക് വാല്യൂ കൂടും സ്കൂളിൽ. അപ്പോൾ പലപ്പോഴും സാലറിയിലും ആ ഒരു എന്താ പറയുക ആ ഒരു പരിഗണന പ്രതീക്ഷിക്കാം. മാത്രമല്ല ഓരോ വർഷം കഴിയുന്തോറും ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ലാംഗ്വേജൊക്കെ പഠിപ്പിക്കാൻ കഴിവുള്ള അത് ചെറു കുട്ടികളെ 3-4 വയസ്സായ കുട്ടികളെ ഇങ്ങനെ ലാംഗ്വേജ് പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു അധ്യാപികയായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വർഷവും നിങ്ങൾക്ക് നല്ലൊരു ഇൻക്രിമെൻറ്റ് നിങ്ങളുടെ സാലറിയിൽ പ്രതീക്ഷിക്കാം. കാരണം എന്താ അറിയോ, നിങ്ങൾ പലപ്പോഴും നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് സാലറി കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ സാലറി കുറച്ചും കൂടി നമ്മളെ അധ്വാനത്തിൻ്റെ ആ ഒരു മഹത്വം കണ്ടുകൊണ്ട് സാലറി കൂടുതൽ തരുന്ന സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ മാറിയെന്ന് വരും. അപ്പോൾ നിങ്ങൾ ഇപ്രകാരം പഠിപ്പിക്കാൻ കഴിവുള്ളൊരു അധ്യാപികയാണെങ്കിൽ നിങ്ങൾ മറ്റു പല സ്കൂളിലേക്കും അവസരങ്ങൾ തേടി പോകും എന്നൊരു ഭയമുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഓരോ വർഷവും നിങ്ങളെ സാലറിയിൽ ഒരു 1000 1500 മിനിമം ഒരു 750 എങ്കിലും ഇൻക്രിമെൻ്റ് ആയിട്ട് വർദ്ധിപ്പിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാകും. അത് പൊതുവെ ഒരു കാര്യമാണ്. നമ്മൾ മാനേജ്മെൻറ്റ് മനഃശാസ്ത്രം കൂടി മനസ്സിലാക്കുകയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പ്രത്യേകം ഈ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ അധ്യാപകർ നല്ലോണം മനസ്സിലാക്കേണ്ട കുറേ വരികളാണ് ഇത്. ആദ്യം ഇവിടെ പറയുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. ഇത് നമുക്കും വേണ്ടിയുള്ളതാണ് കേട്ടോ. ടോക്ക് അബൌട്ട് യുവർ സെൽഫ്. നമ്മൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ സെൽഫ്. ആദ്യം അങ്ങനെ പറയാം. മൈ നെയിം ഈസ് ആൻഡ് മൈ ഫുൾ നെയിം ഈസ്. അപ്പോൾ നിങ്ങളെ പേര് പറയാനുള്ള ഭാഗമാണത്. ഐ ആം ഫ്രം ഓർ ഐ ലിവ് ഇൻ. ഐ ആം ഫ്രം എന്ന് പറയുന്നതിനെയാണ് ഐ ലിവ് ഇൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഐ വാസ് ബോൺ ഇൻ, എവിടെയാണ് ജനിച്ചതെന്നുള്ളത്. പലപ്പോഴും നമ്മൾ ജനിച്ച സ്ഥലത്ത് തന്നെ നമ്മൾ താമസിക്കണം എന്നില്ല. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ മിക്കവാറും എന്താ പറയുക നമ്മൾ ഹോം ടൗണിലാവും നമ്മൾ ജനിക്കുക. പക്ഷേ നമ്മൾ സ്റ്റേ ചെയ്യുന്നതും ജീവിക്കുന്നതും കല്യാണം കഴിഞ്ഞ് പോയി ഹസ്ബൻഡ് നാട്ടിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ടും വേറെ വരും. ഐ വാസ് ബോൺ ഇൻ. ഐ ആം ഡാഷ് ഇയേഴ്സ് ഓൾഡ്. അവിടെ നിങ്ങൾ ഏജാണ് കൊടുക്കേണ്ടത്. ഐ ലൈക്ക് ഡാഷ് ബിക്കോസ് ഡാഷ്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ എന്തെങ്കിലും ഹോബിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐ ലൈക്ക് വാച്ചിങ് മൊബൈൽ ബിക്കോസ് ഇറ്റ്സ് ഫണ്ണി. നല്ല തമാശയാണ്, നേരം പോക്കാണ്. ഐ ഡോണ്ട് ലൈക്ക് സ്ലീപ്പിംഗ് ബിക്കോസ് ഇറ്റ്സ് മേക്ക് അസ് ഹാഫ് ഇറ്റ് ഓർ ഇറ്റ്സ് മേക്ക് അസ് ഫൂൾ. ഞാൻ ഈ പകലൊന്നും ഉറങ്ങുന്നത് ഇഷ്ടപ്പെടുന്നില്ല, കാരണം നമ്മളെ മന്ദപ്പാക്കി മാറ്റുകയാണ്. ഓക്കെ. ഇൻ മൈ ഫ്രീ ടൈം ആഫ്റ്റർ സ്കൂൾ ഐ ഡാഷ്. ഇപ്പോൾ എൻ്റെ ഫ്രീ സമയം, ഒഴിവ് സമയം, സ്കൂൾ കഴിഞ്ഞ ശേഷമുള്ള ഫ്രീ സമയത്ത് സ്കൂളിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഐ ലൈക്ക് റീഡിങ് ഓർ ഐ ഡു റീഡിങ്. ഓക്കെ. മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആർ, ഇനി ആ ഫ്രണ്ട്സിൻ്റെ പേരാണ്, ബിക്കോസ് ദേ അണ്ടർസ്റ്റാൻഡ് മീ വെരി വെൽ. അവരെ നന്നായിട്ട് മനസ്സിലാക്കുന്നു. മൈ ഫേവറേറ്റ് സ്കൂൾ, മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്, മൈ ഫേവറേറ്റ് ആക്ടർ, മൈ ഫേവറേറ്റ് ഗ്രൂപ്പ്, മൈ ഫേവറേറ്റ് സ്പോർട്ട് ഈസ് ഡാഷ് ബിക്കോസ്. ഇവിടെ കാരണം കൂടി നമ്മൾ എഴുതി വെക്കുക എന്നുള്ള സ്റ്റൈലാണ്. കാരണം വേണം നിർബന്ധമില്ല കേട്ടോ. ഐ ഹാവ് 2 brothers and 3 sisters. In the future, I would like to become a role model teacher because a role model teacher breeds a good society. ഒരു നല്ല റോൾ മോഡൽ ടീച്ചർ എന്ത് ചെയ്യുന്നു? ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നു. ബ്രീഡ് ചെയ്യുക അല്ലെങ്കിൽ മോൾഡ് ചെയ്യുക പറയട്ടെ, MOULD, മോൾഡ് ചെയ്യുക. ഓക്കെ. ദെൻ അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ട്രെയിനിങ് നേടേണ്ടതുണ്ട്. നന്നായിട്ട് വായിച്ച് പഠിച്ച് എഴുതി വെച്ച് പോകണം. ഇതൊക്കെ നമുക്ക് ലൈഫിൽ യൂസ് ചെയ്യാനുള്ളതാണ്. നൗ നമുക്ക് നെക്സ്റ്റ് ടോക്ക് അബൌട്ട് യുവർ ഫാമിലി.
നമുക്ക് നമ്മളെ കുടുംബത്തെക്കുറിച്ചൊക്കെ പറയാൻ കഴിയണം. ഇത് കുട്ടികളെ കൊണ്ടും പഠിപ്പിക്കണം. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ഫാമിലി. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫാമിലി. രണ്ടും കൂടി പറയുന്നില്ല, രണ്ടാമത്തെ പറയുന്നതാണ് നല്ലത്. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫാമിലി. മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഡാഷ്. അവിടെ മെമ്പേഴ്സിൻ്റെ എണ്ണമാണ്. അപ്പോൾ നിങ്ങളെ കുടുംബത്തിൽ ഉപ്പയും ഉമ്മയും നിങ്ങൾ ഉൾപ്പെടെ 4 മക്കളും ഉപ്പയും ഉമ്മയും ഉൾപ്പെടെ 6 പേരാണെങ്കിൽ മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 6 മെമ്പേഴ്സ്. ദർ ആർ 6 മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി. രണ്ടും കൂടി പറയണ്ട, ഏതോ ഒന്ന് പറഞ്ഞാൽ മതി. മൈ ഫാദർ ഈസ് എ ഡാഷ്. അവിടെ ഉപ്പാൻ്റെ ജോലിയാണ് പറയേണ്ടത്. മൈ ഫാദർ ഈസ് എ കൂലി. മൈ ഫാദർ ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി. മൈ ഫാദർ ഈസ് വർക്കിംഗ് അറ്റ് അബ്രോഡ്. അവിടെ എ വേണമെന്നില്ല, അങ്ങനെയൊക്കെ പറയാം. He works in at abroad. He is a coolie. He is a mason. He is a teacher. He is an official. ഒക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ്. മൈ മദർ ഈസ് ഡാഷ്. മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. ഇവിടെ ഹൗസ് വൈഫ് എന്ന വേർഡ് ഇന്ന് കൂടുതൽ യൂസ് ചെയ്ത് കാണാൻ കഴിയില്ല. പകരം ഡൊമസ്റ്റിക് എഞ്ചിനീയർ എന്ന വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. സോ മൈ മദർ ഈസ് എ ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ഷീ വർക്ക്സ് ഇൻ. ഇനി ഉമ്മ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഷീ വർക്ക്സ് ഇൻ ഗവൺമെൻറ് സർവീസ്. ഷീ ഈസ് എ ക്ലർക്ക്. ഐ ലവ് മൈ ഫാമിലി. അതും കൂടി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ടോക്ക് അബൌട്ട് യുവർ ഫാദർ. നമുക്ക് പലപ്പോഴും നമ്മുടെ ഫാദറെ കുറിച്ചൊക്കെ പറയേണ്ടി വരും. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ഫാദർ. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫാദർ. എൻ്റെ ഉപ്പാനെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് സന്തോഷകരമായ കാര്യമാണ്. ഹിസ് നെയിം ഈസ്, ഫാദറിൻ്റെ പേര് പറയാം. ഹീസ് ഫ്രം, അദ്ദേഹം എവിടെ നിന്ന് വരുന്നു. ഹീ ലിവ്സ് ഇൻ, ഏതോ ഒന്ന് മതി കേട്ടോ. ഹീസ് ഫ്രം എന്ന് പറഞ്ഞ ശേഷം പിന്നെ ഹീ ലിവ്സ് ഇൻ പറയേണ്ട ആവശ്യമില്ല. ഹി വാസ് ബോൺ ഇൻ. അപ്പോൾ ഫാദർ ജനിച്ച സ്ഥലത്ത് തന്നെ അദ്ദേഹം താമസിക്കണം എന്നില്ല. പലപ്പോഴും നമ്മൾ മൂവ് ചെയ്യാറുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്. ഹീ ഈസ് എ ഡാഷ്. അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹത്തിൻ്റെ ആ ജോലി പേര്. ഹീസ് എ ക്ലർക്ക്. ഹീസ് എ ബാങ്ക് എംപ്ലോയി. ഹീസ് എ ബാങ്ക് ക്ലർക്ക്. ഹീ ഈസ് എ ബാങ്ക് മാനേജർ. ഹീ വർക്ക്സ് ഇൻ എ ബാങ്ക്. ഇൻ ഹിസ് ഫ്രീ ടൈം ആഫ്റ്റർ വർക്കിംഗ് ഹീ ഡാഷ്. അപ്പോൾ ഉപ്പ അദ്ദേഹത്തെ, അല്ലെങ്കിൽ ഫാദർ, അച്ഛൻ അദ്ദേഹത്തിൻ്റെ ജോലി സമയം കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഹീ സ്റ്റേയ്സ് ഓർ ഹീ സ്പെൻഡ്സ് ടൈം വിത്ത് ഹിസ് ഫാമിലി. ഇൻ ഹിസ് ഫ്രീ ടൈം ആഫ്റ്റർ വർക്കിംഗ് ഹീ സ്പെൻഡ് ഹിസ് ടൈം വിത്ത് ഹിസ് ഫാമിലി. അദ്ദേഹം തൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ് സമയം ചെലവഴിക്കേണ്ടത്. അങ്ങനെയും പറയാവുന്നതാണ്. ഈ ടോക്ക് അബൌട്ട് യുവർ മദർ. നിങ്ങൾ ഉമ്മാനെ കുറിച്ചൊക്കെ പറയാം. അതും നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കാരണം പല രക്ഷിതാക്കളും അവരെക്കുറിച്ച് അവരെ കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാതെ അഭിമാനം കൊണ്ട് സംസാരിക്കാറുണ്ട്. എൻ്റെ അടുത്ത് തന്നെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ വളരെ മുമ്പ് പഠിപ്പിച്ചൊരു കുട്ടി ഉമ്മാൻ്റെ ജോലി പറഞ്ഞപ്പോൾ മൈ മദർ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ എന്ന് പറഞ്ഞ സമയത്ത് ഉമ്മ SLC പാസ്സായ ആളാണ്. ഉമ്മ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം. പക്ഷെ ഡൊമസ്റ്റിക് എഞ്ചിനീയർ എന്താ മനസ്സിലായില്ല. അവസാന ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരു കോൺവൊക്കേഷൻ്റെ ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് ഉമ്മ വന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ മകള് അവളിങ്ങനെ എൻ്റെ ജോലി പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, എന്തോ ഒരു എഞ്ചിനീയർ, എന്താ അത് ഉദ്ദേശിക്കേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഹൗസ് വൈഫ് എന്ന പേരിന് പകരം യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. കാരണം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു എഞ്ചിനീയറിങ് മികവോടുകൂടി അറേഞ്ച് ചെയ്യുന്നതും സമയബന്ധിതമായി കാര്യങ്ങൾ തീർക്കുന്നതും യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ തന്നെ ആ കാര്യം ചെയ്തു തീർക്കുന്നതും മദറാണ്, ഉമ്മയാണ്. സോ ഷീ ഈസ് ദ ഫസ്റ്റ് എഞ്ചിനീയർ. അത് പറഞ്ഞപ്പോൾ ആ ഉമ്മാൻ്റെ മുഖത്തുണ്ടായ ആ ഒരു അഭിമാനമുണ്ടല്ലോ, അത് പിന്നെ ശ്രദ്ധേയമായിരുന്നു. ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഈ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ പാരൻസിനെ കൂടി ചില കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുക എന്ന കാര്യം. നമ്മളിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അത് പാരൻസിന് കൂടി എന്ത് ചെയ്യണം? ബോധ്യപ്പെടണം. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ നമ്മുടെ തന്നെ ചില വിദ്യാർത്ഥിനികൾ അവരുടെ മക്കളുടെ ടീച്ചേഴ്സ് അവരെ വിളിക്കുന്നതും അതുപോലെ സംസാരിക്കുന്നതൊക്കെ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ പറയും, എന്താ പറയുന്നത്, എന്നെക്കാൾ എൻ്റെ മോനക്ക് അല്ലെങ്കിൽ മോൾക്ക് ഇഷ്ടം ടീച്ചറാണ് കേട്ടോ. ആ ടീച്ചറെ കിട്ടിയത് എൻ്റെ മോളെ ഭാഗ്യമാണ്, എൻ്റെ മോൻ്റെ ഭാഗ്യമാണ്. കാരണം ടീച്ചർ ഒന്നരാടം വിളിച്ചിട്ട് അവൻ്റെ കാര്യങ്ങൾ ചോദിക്കും, ക്ലാസ്സിൽ നല്ല കമ്പനിയാണ്. എന്നാൽ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉപദേശിക്കും, പിന്നെ ഗുണോപദേശിക്കും, ചിലപ്പോൾ ശിക്ഷിക്കുകയും ചെയ്യും. അതൊക്കെ മോനക്കൊരു വെറുപ്പില്ല. മോനക്ക് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് എന്ന്. അപ്പോൾ കണ്ടോ, അതൊക്കെ നമ്മൾ ഒരു ടീച്ചേഴ്സ് ശരിക്കും കുട്ടികളെ മനഃശാസ്ത്രം മാത്രമല്ല, സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും മനഃശാസ്ത്രം മാത്രമല്ല,
ഈ പാരൻസിൻ്റെ മനഃശാസ്ത്രം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എങ്കിലേ നമ്മുടെ വാല്യൂ, നമുക്കൊരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ പലപ്പോഴും സൂക്ഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ചില ജില്ലയിൽ നിന്ന് ഈ പ്രീ പ്രൈമറി ടീച്ചറൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ തന്നെ ചില ട്രെയിനീസ് എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, വളരെ കുറഞ്ഞ സാലറിക്കാണ് വർക്ക് ചെയ്യുന്നത്, ശരിക്കും വല്ലാത്തൊരു ബേർഡൻ, ടീച്ചിങ് ജോലി തന്നെ വെറുത്തു പോകുന്ന ഒരു ബേർഡനായിട്ട് മാറുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട് സാറേ. കാരണം രാവിലെ 9 ആകുമ്പോഴേക്കും അവിടെ എത്തണം, 3:30 മണിക്ക് ക്ലാസ് വിട്ടാലും 5 മണിക്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ കഴിയുള്ളൂ. വീട്ടിൽ വന്നാലും കുട്ടികളെ ഹോംവർക്കും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കാനുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മളെ ഈ ഒരു മാനേജ്മെൻറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട്, ഇതൊരു തരത്തിൽ പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ചൂഷണം ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്ന എന്താ വെച്ചാൽ, നമുക്ക് ഈ ഒരു ക്ലീശയായിട്ട് ഈ ഒരു ടീച്ചർ എന്താണോ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറേ കാര്യം വായിക്കുക, അത് പറഞ്ഞു കൊടുക്കുക എന്നതിലപ്പുറത്തേക്ക് നമ്മൾ ഒന്നും ക്രിയാത്മകമായി ചെയ്യുന്നില്ല. നമ്മൾ ക്രിയാത്മകമായി ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുക. നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് മറ്റുള്ള അധ്യാപകരിൽ നിന്നും നമ്മൾ വ്യത്യസ്തനായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ബേർഡൻ വരില്ല. കാരണം എന്താണ്, ഇങ്ങനെയുള്ള ബേർഡൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം ബേർഡൻ ഇല്ലാത്ത മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ നമ്മൾ തയ്യാറാവും. ഇത് നമ്മളെക്കാൾ കൂടുതൽ മാനേജ്മെൻറ്റിന് അറിയാം. അതുകൊണ്ട് എക്സ്പ്ലോയിറ്റേഷനും ഈ സ്ലേവറി, ഇത്തരം അടിമത്തം, അതൊക്കെ ഈ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും യുണീക്കായി മാറണം. നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു യുണീക്കായിട്ട് അസാധാരണത്വമുള്ള ആളായിട്ട് മാറണം. അപ്പോൾ ക്ലാസ്സിൽ മറ്റുള്ളവരെന്ത് ടീച്ചേഴ്സ് എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല ഇവിടെ കാര്യം, നമുക്കത് ചെയ്യാൻ കഴിയും. നമുക്ക് എന്തൊക്കെ നമ്മുടെ കുട്ടികളെ അവരുടെ വളർച്ചയിൽ നമുക്ക് പൊട്ടൻഷ്യലായിട്ട് നൽകാൻ കഴിയും, അത് നമ്മൾ നോക്കുക തന്നെ വേണം. അവിടെ നമുക്ക് ഇങ്ങനെയുള്ള കുറേ വർക്കുകൾ, ഒരു കുട്ടി അവൻ്റെ ഉപ്പാനെക്കുറിച്ച്, അവൻ്റെ അച്ഛനെക്കുറിച്ച് പറയുക, അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുക, അവൻ്റെ വീടിനെക്കുറിച്ച് പറയുക, അവൻ്റെ ഇഷ്ടപ്പെട്ട കളി വിനോദത്തെക്കുറിച്ച് പറയുക, ഇതിനൊക്കെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഠിപ്പിക്കുന്ന സിലബസിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഏറ്റവും കഴിവുള്ളൊരു അധ്യാപികയായിട്ട് മാറുന്നുള്ളതാണ് സത്യം. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വെളിപ്പെട്ടൊരു കാര്യം കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഉമ്മ കുറിച്ച് പറയുമ്പോൾ ഹെർ നെയിം ഈസ് മൈ മദർ ഈസ് എന്നും പറയാം, ഹെർ നെയിം ഈസ്, ഉമ്മാൻ്റെ പേരാണ്. ഷീസ് ഫ്രം, ഉമ്മ എവിടെ നിന്നാണോ, ഉമ്മാൻ്റെ സ്ഥലം ഏതാണോ ആണ് പറയേണ്ടത്, അവിടെ ഇത് ഒന്ന് മതി. ഷീസ് ഫ്രം ഓർ ഷീ ലിവ്സ് ഇൻ. ഷി വാസ് ബോൺ ഇൻ. ഇത് രണ്ടും, ഇത് നമുക്ക് പലപ്പോഴും, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ലേഡീസ് ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അവർ ജനിച്ച സ്ഥലത്ത് തന്നെ ഒരിക്കലും ആവണം എന്നില്ല അവരിപ്പോൾ താമസിക്കുന്നത്. കാരണം മാരേജ് കഴിഞ്ഞാൽ മറ്റൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്, അല്ലേ, ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടുകയാണ്. സോ രണ്ടും പറയാം. ഷീ ഈസ് ഡാഷ് ഇയേഴ്സ് ഓൾഡ്. ഓക്കെ, ഷീ ഈസ് എ ഡാഷ്, ഉമ്മാൻ്റെ ജോലിയാണ്, ഷീ ഈസ് എ ക്ലർക്ക്, ഷീ വർക്ക്സ് ഇൻ മുനിസിപ്പാലിറ്റി ഓഫീസ്. ഓക്കെ, ഇൻ ഹർ ഫ്രീ ടൈം ആഫ്റ്റർ വർക്കിംഗ് ഷീ സ്പെൻഡ്സ് with her family. She spends with her time with me. അവരെ സമയം എൻ്റെ കൂടെ ചിലവഴിക്കുന്നു, ഞങ്ങളെ കൂടെ ചിലവഴിക്കുന്നു, കുടുംബത്തിൻ്റെ കൂടെ ചിലവഴിക്കുന്നു ഒക്കെ പറയാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹോബികൾ, അത് നമ്മളെ സ്പോർട്ട് പറഞ്ഞ വിനോദ സമയത്തുള്ള കളികളെ കുറിച്ചാണ്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ഫേവറേറ്റ് സ്പോർട്ട്. എൻ്റെ ഒഴിവുകാല വിനോദത്തെക്കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫേവറേറ്റ് സ്പോർട്ട്. ഇറ്റ്സ് ഡാഷ്. എന്താണ് ആ ഒരു സ്പോർട്ട്, എന്താണ് അത് പറയണം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് ഹൈഡ് ആൻഡ് സീക്ക്. ഹൈഡ് ആൻഡ് സീക്ക് പറഞ്ഞാൽ ഒളിച്ച് കളി, ഇറ്റ് ഈസ് ഹൈഡ് ആൻഡ് സീക്ക്. ഓർ ഇറ്റ് ഈസ് റണ്ണിങ് ആൻഡ് പ്ലേ, ഈ ഓടിക്കൊണ്ടുള്ള എന്ത് കളികളും ഓക്കെ അതൊക്കെ അതിൽ പെടും. ഇറ്റ്സ് പ്ലേഡ് ബിറ്റ്വീൻ ഇൻ എ ഗ്രൂപ്പ്. അപ്പോൾ ആ കളിനെ കുറിച്ച് ചെറിയൊരു വിവരണം. ആ കളി എങ്ങനെയാണ് ഇറ്റ്സ് പ്ലേഡ് ഇൻ ഗ്രൂപ്പ് ഓർ ഇറ്റ്സ് പ്ലേഡ് ബിറ്റ്വീൻ ഗ്രൂപ്പ്. ഐ ഓഫൻ പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, മൈ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും കളിക്കാറുള്ളത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങളെ കൂടെയാണ്. ഐ ലവ് ദാറ്റ് ഗെയിം വെരി മച്ച്. എനിക്ക് ആ ഒരു ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ ടോക്ക് അബൌട്ട് യുവർ ഫേവറേറ്റ് കളർ. ഇത്രയൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മളെ കുട്ടികൾക്ക് ഒരുവിധം അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിൽ ഇംഗ്ലീഷ് വീട്ടിൽ നിന്നും കുറേയൊക്കെ പറയാൻ കഴിയും എന്നുള്ളതാണ് സത്യം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ വീക്കായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടത്ര ഇംഗ്ലീഷ് അറിയാത്ത ഒരാളായിരിക്കാം നമ്മൾ. പക്ഷേ ഇത് പഠിക്കുമ്പോൾ ആ പ്രശ്നമേ വരണില്ല. അന്ന് ആത്മാർത്ഥമായി പഠിച്ച് ഒരു നല്ല അധ്യാപികയായിട്ട് മാറാനാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ക്വസ്റ്റ്യൻസ് ടു ഡിസ്ക്രൈബ് ദെയർ ഫേവറേറ്റ് കളർ.
ഇപ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ ആ കുട്ടിയുടെ ഇഷ്ടപ്പെട്ട കളറിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ എന്തെല്ലാം ക്വസ്റ്റ്യനാണ് ചോദിക്കുക എന്നുള്ളതാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ? ഇപ്പോൾ കുട്ടിയെ കളറാണ് പറയാം. റെഡ് ഈസ് മൈ ഫേവറേറ്റ് കളർ, പിങ്ക് ഈസ് മൈ ഫേവറേറ്റ് കളർ എന്നാവും കുട്ടി പറയാം. വൈ ഡു യു ലൈക്ക് ദാറ്റ്? എന്താ കളർ ഇഷ്ടപ്പെടാനുള്ള കാരണം? അപ്പോൾ ആ കുട്ടിയോട് നമ്മൾ അത് അതിൻ്റെ ഒരു റീസൺ കൂടി കുട്ടിയോട് പറയണം. ഐ ലൈക്ക് ദ പിങ്ക് കളർ ബിക്കോസ് റെഡ് റോസ് ഓർ പിങ്ക് റോസ് ഈസ് മൈ ഫേവറേറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ് കളർ? ആ കളർ കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുക? ഐ ഫീൽ വെരി സ്മൂത്ത്, ഐ ഫീൽ വെരി പ്ലഷർ, എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. ദേ ക്യാൻ സേ അബൌട്ട് ദെയർ ഫേവറേറ്റ് കളർ. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ഫേവറേറ്റ് കളർ. ഇനി കുട്ടി പറഞ്ഞ ആൻസർ കേട്ടോ. ഐ ആം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫേവറേറ്റ് കളർ ബിക്കോസ് ഇറ്റ് മേക്സ് മീ. അപ്പോൾ അവിടെ കളർ കഴിഞ്ഞ ശേഷം കളറിൻ്റെ പേര് ഐ ആം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫേവറേറ്റ് കളർ ഗ്രീൻ ബിക്കോസ് ഗ്രീൻ ഇറ്റ് മേക്സ് മീ പ്ലഷർ, ഇറ്റ് മേക്സ് മീ ഹാപ്പി എവറി ടൈം. എന്നെ എല്ലാ സമയത്തും എന്നെ ഹാപ്പിയാക്കി മാറ്റുന്നു അത്. ഓക്കെ, ഇനി നമ്മളെ പെറ്റിനെ കുറിച്ച് ടോക്ക് അബൌട്ട് ദെയർ ഫേവററ്റ് പെറ്റ്. നമ്മുടെ പെറ്റിനെ കുറിച്ച് പറയുന്നതാണ്. പെറ്റ് മനസ്സിലായില്ലേ? നമ്മൾ വളർത്തുന്ന ജീവികൾ. സം ക്വസ്റ്റ്യൻസ് ടു ടോക്ക് അബൌട്ട് ഫേവററ്റ് പെറ്റ്. ഫേവററ്റ് ആയിട്ടുള്ള പെറ്റിനെ കുറിച്ച് പറയുന്ന ഏതാനും വാക്യങ്ങളാണ് പറയുന്നത്. അത് ചോദിക്കണം. ഡു യു ലൈക്ക് പെറ്റ്സ്? നിനക്ക് പെറ്റ്സിനെ ഇഷ്ടമാണോ? ഡു യു ഹാവ് എനി പെറ്റ്സ് അറ്റ് ഹോം? വീട്ടിൽ പെറ്റുകളുണ്ടോ? വാട്ട് ആർ ദേ? അവ ആരൊക്കെയാണ്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? എന്താണ് അതിൻ്റെ പേര്? വാട്ട് ഡു യു ഓഫൻ ഡു വിത്ത് ദം? നീ ആ പെറ്റിൻ്റെ കൂടെ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? വാട്ട് ഡസ് ഇറ്റ് ലുക്സ് ലൈക്ക്? അവ കണ്ട എപ്രകാരമുണ്ട്? ഐ വുഡ് ലൈക്ക് ടോക്ക് അബൌട്ട് മൈ, ഇനി കുട്ടി പറഞ്ഞ ആൻസറാണ്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ഫേവററ്റ് പെറ്റ് കാറ്റ് ഓർ എന്താണോ ഓർ ഡോവ്, DOV, ഡോവ്, പ്രാവ്. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫേവററ്റ് പെറ്റ്. പെറ്റ് എന്താണോ പറയാം. ഇറ്റ്സ് നെയിം ഈസ്. പലപ്പോഴും പെറ്റിന് നമ്മളൊരു പേരിടും. ഇപ്പോൾ ഡോഗാണെങ്കിൽ ഡയമണ്ട് എന്ന പേരൊക്കെ ഇടാറുണ്ട്. ഇറ്റ് ഈസ് എ ഡോഗ് ആൻഡ് ഇറ്റ് ഈസ് ഡയമണ്ട്. ഇറ്റ് ക്യാൻ ടച്ച് ഇറ്റ്സ് ടെയിൽ. അതിൻ്റെ വാലട്ടം കഴിയും. അങ്ങനെ അത് ചെയ്യുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ആക്ടിവിറ്റി ഇറ്റ് ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇനി ടോക്ക് അബൌട്ട് ദെയർ ബോഡി. നമുക്ക് കുട്ടികൾ അവരുടെ ബോഡിയെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇത് നമുക്കറിയാം. നമ്മുടെ ഈ LKG UKG സബ്ജക്റ്റുകളിൽ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന EVS എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സബ്ജക്റ്റ് വരുന്നുണ്ട്. ഇനി ആ പേരിലല്ലെങ്കിൽ തന്നെ വേറെ പേരിലാണെങ്കിലും ഈ സെയിം കണ്ടൻറ്റ് തന്നെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഈ ബോഡി പാർട്സുകളെ കുറിച്ചും ഓരോ പാർട്ട് ചെയ്യുന്ന ഡ്യൂട്ടികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഹൗ മെനി ഹെയർസ് ഡസ് എൻ ആവറേജ് പേഴ്സൺ ഹാവ് ഓൺ ദെയർ ഹെഡ്? ഇതൊരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ശരാശരി പേഴ്സൺ അയാളുടെ തലയിൽ എത്ര മുടി ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ കൂടിയാണ്. വിച്ച് പാർട്ട് ക്യാൻ വി ച്യൂ വിത്ത്? നമ്മൾ ഏതൊരു ഭാഗം വെച്ചുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം ചവച്ചരക്കുന്നത് അല്ലേ? അപ്പോൾ വി ക്യാൻ ച്യൂ അവർ ഫുഡ് വിത്ത് അവർ ടീത്ത് എന്നാണ് പറയുക. ഇത് ഞാൻ പറയുന്ന ഇതേ വാക്യം തന്നെ നമ്മുടെ എന്താ പറയുക എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ബുക്കിലുണ്ട്. ഞാൻ ആ ബുക്ക് കുറെ മുമ്പ് വായിച്ചിരുന്നു. ഓക്കെ, വിച്ച് പാർട്ട് ക്യാൻ വി സീ വിത്ത്? വിച്ച് പാർട്ട് ക്യാൻ വി ഹിയർ വിത്ത്? വിച്ച് പാർട്ട് ക്യാൻ വി ഫീൽ വിത്ത്? ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ ഫീൽ എന്ന് പറയുമ്പോൾ ടച്ച് ചെയ്ത് കാണാണ്. അപ്പോൾ നമ്മളെ ഫിംഗറോ ഹാൻഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫീൽ ചെയ്യാറുള്ളത്. വിച്ച് പാർട്ട് ക്യാൻ വി വാക്ക് വിത്ത്? നമ്മൾ ഏത് ശരീരഭാഗം വെച്ചുകൊണ്ടാണ് നടക്കാറുള്ളത് അല്ലേ? ഫൂട്ട്, കാലടി വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കാറുള്ളത്. സം എക്സാമ്പിൾസ് ഓഫ് ഡിസ്ക്രിപ്ഷൻ. ഇതിന് മറുപടി കൂടി പറയുന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടോക്ക് അബൌട്ട് അവർ ബോഡി. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് അവർ ബോഡി. അവർ ബോഡി ഹാസ് ഡാഷ്. നമ്മളെ ബോഡിയിൽ ഇത്ര പാർട്ടുകളുണ്ട്. ദേ ആർ. ഇപ്പോൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ 5 അവർ ബോഡി ഹാസ് 5 പാർട്സ്. ദേ ആർ ഐസ്, ഇയേഴ്സ്, നോസ് ആൻഡ് സ്കിന്ന്. ദെൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഭാഗങ്ങൾ പറയാൻ പറ്റും. ഓക്കെ കേട്ടോ. സോ ഇനി നെക്സ്റ്റ് ടോക്ക് അബൌട്ട് ദെയർ ഫേവററ്റ് സീസൺ. നമ്മുടെ ഫേവററ്റ് ആയിട്ടുള്ള സമയം. ഇപ്പോൾ നമുക്ക് വേനൽക്കാലം, മഴക്കാലം, തണുപ്പ് കാലം, വസന്തകാലം, അങ്ങനെ പല കാലങ്ങളും വരാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി മുതിർന്ന ക്ലാസ്സുകളിലാണ് ഇതിൻ്റെ സ്കോപ്പ് വരുന്നത്. എങ്കിലും
നമ്മൾ അധ്യാപികമാർക്ക് ഇത് അറിയുന്നത് നിർബന്ധം തന്നെയാണ്. മുതിർന്ന ക്ലാസ്സോ ചെറിയ ക്ലാസ്സോ എന്നുള്ളതല്ല, നമുക്കിത് അറിയണം. ഓക്കെ, സം ക്വസ്റ്റ്യൻസ് ടു ബി ആസ്ക്ഡ്. ഇങ്ങനെയുള്ള കുട്ടികളോട് അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഋതുഭേദം അഥവാ സീസൺ, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? ഹൗ മെനി സീസൺസ് ആർ ദർ ഇൻ അവർ എർത്ത്? നമ്മുടെ എർത്തിൽ എത്ര സീസൺ ഉണ്ട്? നോർമലി 4 സീസണാണ് പറയുന്നത്. സമ്മർ, വിൻ്റർ, പിന്നുണ്ടല്ലോ ഓട്ടം, പിന്നെ ഒരു കാലുമ്പാട് വരുന്നുണ്ട്. സമ്മർ, വിൻ്റർ, ഓട്ടം ആൻഡ് പൊട്ടം മറന്നുപോയി കേട്ടോ. ഒരു ഇതുകൂടി വരുന്നുണ്ട്. ഓക്കെ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സീസൺ? വൈ ഡു യു ലൈക്ക് ഇറ്റ്? വാട്ട് ക്യാൻ യു ഡു ഇൻ ദ സീസൺ? ആ സീസണിൽ നീ എന്താ ചെയ്യാറുള്ളത്? വാട്ട് ഈസ് ദ വെദർ ലൈക്ക് ഇൻ ദാറ്റ് സീസൺ? ആ സീസണിൽ നമ്മുടെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും? ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ഫേവറേറ്റ് സീസൺ. ഇത് അതിൻ്റെ മറുപടിയാണ്. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫേവറേറ്റ് സീസൺ. എക്സാമ്പിൾസ് ഓഫ് ഡിസ്ക്രിപ്ഷൻ. മൈ ഫേവറേറ്റ് സീസൺ ഈസ് ഡാഷ്. മൈ ഫേവറേറ്റ് സീസൺ ഈസ് വിൻ്റർ ബിക്കോസ് ഇറ്റ് മേക്ക് കൂളസ്. നമ്മളെല്ലാവരും തണുപ്പിക്കുന്നു. ദ വെദർ ഈസ് സോ കോൾഡ്. പീപ്പിൾ ക്യാൻ ഡു നത്തിങ്. ജനങ്ങൾ ഈ സമയത്ത് തണുപ്പ് കാലമാകുമ്പോൾ ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലെ കാര്യം മാത്രമല്ല കേട്ടോ, മറ്റു രാജ്യങ്ങളുടെ കാര്യം കൂടി ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ടോക്ക് അബൌട്ട് ഗുഡ് മാനേഴ്സ്. അടുത്തതാണ് നല്ല സ്വഭാവ രീതികൾ. ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ള വാക്കുകൾ എന്തൊക്കെയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം ഞങ്ങൾക്കറിയാലോ, ഇത്രയും കൂടുതൽ പറയുമ്പോൾ ഒരുവിധം നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നന്നായി പഠിക്കുമ്പോൾ തന്നെ ക്ലാസ് റൂമിൽ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുക, ഇംഗ്ലീഷിൽ കുട്ടികളുമായിട്ട് സംവേദിക്കുക എന്നൊക്കെ പറയുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ 100% സഫലീകരിക്കപ്പെടും. ഇത് പഠിച്ചാൽ മാത്രം മതി. വാട്ട് ആർ ഗുഡ് മാനേഴ്സ്? നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ്? വൈ ഷുഡ് വി ലിവ് വിത്ത് ഗുഡ് മാനേഴ്സ്? നമ്മൾ എന്തിനു വേണ്ടിയാണ് നല്ല ശീലങ്ങളോട് കൂടി ജീവിക്കേണ്ടത്? ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഗുഡ് മാനേഴ്സ്? നല്ല സ്വഭാവശീലങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമാണോ? ഇനി അതിൻ്റെ മറുപടികൾ കൂടിയാണ് താഴെ കാണുന്നത്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് സം ഗുഡ് മാനേഴ്സ് ലൈക്ക് റീഡിങ് ബുക്സ്. അങ്ങനെയൊക്കെയുള്ള നല്ല മാനേഴ്സിനെ കുറിച്ച് പറയാം. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് ഗുഡ് മാനേഴ്സ് ലൈക്ക് ബിക്കോസ് ഇറ്റ് ഹെൽപ്പ് അസ് ദ വേ വി ലിവ് ഓർ നമ്മളെ സഹായിക്കുന്നു. കാരണം ആ ഗുഡ് മാനേഴ്സ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി ടോക്ക് അബൌട്ട് ദെയർ സ്കൂൾ പിക്നിക്. കുട്ടികളോട് അവരെന്തെങ്കിലും ടൂറോ വിനോദയാത്രയോ വൺ ഡേ ഔട്ടിങ്ങോ ഒക്കെ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിഡ് യു ഹാവ് എ പിക്നിക് ഫ്രം യുവർ സ്കൂൾ? നിങ്ങൾ സ്കൂളിൽ നിന്ന് പിക്നിക്ക് പോയിട്ടുണ്ടോ മുമ്പ് എപ്പോഴെങ്കിലും? വാട്ട് ഡിഡ് യു ഡു ദർ? നിങ്ങൾ അവിടെ എന്താണ് ചെയ്തത്? ഡു യു ലൈക്ക് പിക്നിക്സ്? നിങ്ങൾക്ക് പിക്നിക്സ് ഇഷ്ടമാണോ? വൈ? എന്തുകൊണ്ട്? ഹൗ ഡു യു എക്സ്പീരിയൻസ് യുവർ ട്രാവൽ ഓൺ മൈ ട്രിപ്പ്? നമ്മളെ കൂടെ യാത്ര പോന്നപ്പോൾ നിങ്ങളുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? അതൊക്കെ വിശദീകരിക്കാൻ പറയുന്നതാണ് അത്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ വീടിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ഭാഗമാണ് കേട്ടോ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ടോക്ക് അബൌട്ട് ദെയർ ഹൗസ്. ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ വിദ്യാർത്ഥികളെയാണ് ഉദ്ദേശിക്കുന്നത്. വേർ ഡു യു ലിവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ ആ ലൊക്കേഷൻ്റെ പേരാണ് പറയേണ്ടത്. ഹൗ മെനി റൂംസ് ഫോർ യുവർ ഹൗസ്? വീട്ടിൽ എത്ര മുറികളുണ്ട്? ഡു യു ലവ് യുവർ ബെഡ്റൂം? നിനക്ക് നിൻ്റെ ബെഡ്റൂമിന് ഇഷ്ടമാണോ? വാട്ട് ഈസ് യുവർ ലിവിങ് റൂം ലൈക്ക്? നിങ്ങളുടെ വീട്ടിലെ ലിവിങ് റൂം കാണാൻ എങ്ങനെയുണ്ട്? വാട്ട് ഈസ് യുവർ കിച്ചൺ ലൈക്ക്? കിച്ചൺ എങ്ങനെയുണ്ട്? വാട്ട് ഈസ് യുവർ ബെഡ്റൂം ലൈക്ക്? ബെഡ്റൂം എങ്ങനെയുണ്ട്? ഇതിനൊക്കെ സാധ്യമായ മറുപടികളും താഴെ വരുന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടോക്ക് അബൌട്ട് മൈ ഹൗസ്. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഹൗസ്. I live in dash. I live in an ancestral house. ഈ ആൻസെസ്ട്രൽ ഹൗസ് എന്ന് പറഞ്ഞാൽ തറവാട് വീടാണ്. ഇറ്റ് ഹാസ് സോ മെനി ഫാമിലീസ്. ഒരുപാട് കുടുംബങ്ങൾ അവിടെ ഉണ്ട് ഒക്കെ പറയാം. ഇനി അടുത്തത് ടോക്ക് അബൌട്ട് ദെയർ സ്കൂൾ ലൈബ്രറി. സ്കൂൾ ലൈബ്രറികളെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. ഹൗ ഈസ് യുവർ സ്കൂൾ ലൈബ്രറി? നിങ്ങളുടെ സ്കൂൾ ലൈബ്രറി എങ്ങനെയുണ്ട്? വെർ ഈസ് ഇറ്റ്? എവിടെയാണത്? വാട്ട് കൈൻഡ് ഓഫ് ബുക്സ് ആർ ദർ? അവിടെ ഏതെല്ലാം തരത്തിൽപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ട പുസ്തകങ്ങളുണ്ട്? വൈ ഡു യു ഗോ ദർ? നീ അവിടെ എന്തുകൊണ്ടാണ് പോകുന്നത്?
നീ അവിടെ പോകാനുള്ള കാരണം എന്താണ്? വാട്ട് ടൈം ഡസ് ഇറ്റ് ഓപ്പൺ, എപ്പോഴാണത് ഓപ്പൺ ആയിരിക്കുക? വാട്ട് ടൈം ഡസ് ഇറ്റ് ക്ലോസ്, എപ്പോഴാണത് ക്ലോസ് ചെയ്യുക? ലൈബ്രറി ഡെയിലി. ഓക്കെ, ഇനി ഇതിൻ്റെ മറുപടി കൂടി പറയുന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ സ്കൂൾ ലൈബ്രറി. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ സ്കൂൾ ലൈബ്രറി. മൈ സ്കൂൾ ഹാസ് എ ബ്യൂട്ടിഫുൾ ലൈബ്രറി. ഇറ്റ് ഈസ് ഓൺ ദി എൻഡ് ഓഫ് ദ സ്കൂൾ ബിൽഡിംഗ്. സ്കൂൾ ബിൽഡിങ്ങിൻ്റെ എൻഡിലാണ്. ഓക്കെ, പറയാവുന്നതാണ്. ടോക്ക് അബൌട്ട് ദി സ്റ്റുഡൻസ് ബെസ്റ്റ് ഫ്രണ്ട്. പലപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ പറയുന്ന ആ സ്റ്റൈല് ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് പറയാൻ കഴിയണം. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഹിസ് നെയിം ഈസ്, അല്ലെങ്കിൽ ഹെർ നെയിം ഈസ്, പേര് പറയാം. ഹി ഈസ് ഫ്രം, ഷീ ഈസ് ഫ്രം, ലൊക്കേഷൻ്റെ പേരാണ് ഉദ്ദേശിച്ചത്. ഷീ വാസ് ബോൺ ഇൻ ഓർ ഷീ വാസ് ബോൺ ഇൻ, എവിടെയാണ് ജനിച്ചത്? ഇനി എത്രയാണ് ഏജ് ഉള്ളത്? ഷീ ഈസ് 27 years old. ഷീ ഹാസ് എ ഡാഷ്. അവിടെ നമ്മൾ അവൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് പറയുക. ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ഹെർ ഹൗസ് എന്നൊക്കെ പറയാം. ഷീ സ്റ്റഡീസ് അറ്റ് 9th standard. ഷീ സ്റ്റഡീസ് അറ്റ് ഡിഗ്രി ക്ലാസ്സസ്. ഓക്കെ, ആൻഡ് ടോക്ക് അബൌട്ട് ദെയർ ബർത്ത് ഡേ പാർട്ടി. അപ്പോൾ ബർത്ത്ഡേ പാർട്ടി പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കുറിച്ച് പറയാം. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ബർത്ത്ഡേ പാർട്ടി. ഇത് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി പറയാം കേട്ടോ. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ബർത്ത്ഡേ പാർട്ടി. ഇറ്റ് വാസ് മൈ ഡാഷ് ബർത്ത്ഡേ. അപ്പോൾ എത്രാമത്തെ ബർത്ത്ഡേ ആണെന്നുള്ള ആ പാർട്ടി എത്രാമത്തെ ബർത്ത്ഡേ ആണെന്നുള്ളത് പറയണം. ഇറ്റ് വാസ് മൈ 25th birthday. I received many presents from my friends. I invited my friends. My grandpa എന്താ ചെയ്തുവെങ്കിലെ കാര്യം പറയാണ്. മൈ ഗ്രാൻഡ് പാ കട്ട് ദ കേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഓക്കെ, ആൻഡ് ടോക്ക് അബൌട്ട് ദെയർ ബ്രദർ ആൻഡ് സിസ്റ്റർ. പലപ്പോഴും കുട്ടികൾക്ക് അവരുടെ ബ്രദറെ കുറിച്ചോ അല്ലെങ്കിൽ സിസ്റ്ററെ കുറിച്ചോ ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ. ഹി വാസ് ബോൺ ഇൻ ഡാഷ്, ഷീ വാസ് ബോൺ ഡാഷ്, ഷീ ഈസ് ഡാഷ് ഇയേഴ്സ് ഓൾഡ്. നീ കൂടുതൽ പറഞ്ഞില്ല കേട്ടോ, കാരണം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. ഷീ ഈസ് സ്റ്റഡിയിങ്, ക്ലാസ് ഏത് ക്ലാസ്സിലാണ് പഠിക്കേണ്ടതുള്ളത്. വാട്ട് വുഡ് യു ലൈക്ക് ടു ബി ഇൻ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ എന്താവാൻ ആഗ്രഹിക്കുന്നു. വാട്ട് വുഡ് യു ലൈക്ക് ടു ബി ഇൻ ഫ്യൂച്ചർ. ഇത് ഈ ഭാഗവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും നമ്മുടെ സഹോദരിയോടോ ഒക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. വാട്ട് ഡു യു ഡു ടു മേക്ക് ഇറ്റ് കം ട്രൂ. നമ്മുടെ ആഗ്രഹം ഒരു സത്യമായി മാറാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹൂ ഡു യു വാണ്ട് ടു ഡു വിത്ത്. നിങ്ങൾ ഈ കാര്യം ആരെ കൂടെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മറുപടികളായിട്ട് വരുന്ന കുട്ടികളെ അവരുടെ സ്വപ്നങ്ങൾ പറയാൻ വേണ്ടി ഉള്ള ചെറിയ ഫോമുകൾ താഴെ വരുന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ഡ്രീം. എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഡ്രീം. എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറയാൻ എനിക്ക് പരിചയപ്പെടുത്താൻ എനിക്ക് താല്പര്യമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ബി എ ഡാഷ്. എന്താവാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഐ വാണ്ട് ടു ഡാഷ്. ഇപ്പോൾ ഒരു ഡോക്ടർ ആവാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഐ വാണ്ട് ടു ഡു സം സോഷ്യൽ വർക്ക്. So because I would like to be a doctor in my life. Okay. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രീംസ് പറയാനൊക്കെ യൂസ് ചെയ്യുന്ന ഫോമാണ് ഐ വുഡ് ലൈക്ക് ടു ബി എ ഡോക്ടർ ഇൻ മൈ ലൈഫ് ബിക്കോസ് ഐ വാണ്ട് ടു ഡു സം സോഷ്യൽ വർക്ക്. ഇപ്പോൾ ഡോക്ടറുടെ ജോലി എന്ന് പറയുമ്പോൾ ഒരു സാമൂഹിക സേവനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയാം. ഇനി അബൌട്ട് ദെയർ ഫസ്റ്റ് ഡേ ഇൻ എ സ്കൂൾ. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ അവർ LKG ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ അവരോട് നമ്മൾ പറയുകയാണ്. അപ്പോൾ LKG കുട്ടികളൊന്നും ഇങ്ങനെ പറയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പറയാനുള്ള സ്കോപ്പ് ഉണ്ടാവുന്നത്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ഫസ്റ്റ് ഡേ ഇൻ എ സ്കൂൾ. നമുക്കിത് പറയാട്ടോ. ഇറ്റ് ഈസ് പ്ലേഡ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളെ സ്കൂളിലെ ഫസ്റ്റ് ഡേയെ കുറിച്ചാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഈസ് പ്ലേഡ്, ഒരു ഗെയിമിനെ കുറിച്ചാണ്. പ്ലേഡ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. ഐ ഹാഡ് എ ഫ്രണ്ട് നെയിംഡ് ഫൗസി. എനിക്ക് ഫൗസി എന്ന പേരുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഐ ലവ് മൈ സ്കൂൾ വെരി മച്ച്. വാട്ട് ടൈം, ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗെറ്റ് അപ്പ്. നിങ്ങൾ പതിവായി എപ്പോഴാണ് എഴുന്നേൽക്കാറുള്ളത്.
വാട്ട് ഡു യു ഡു ഇൻ ദ മോർണിംഗ്? രാവിലെ എന്തൊക്കെ ചെയ്യാറുള്ളത്? വാട്ട് ഡു യു ഡു ഇൻ ദ ആഫ്റ്റർനൂൺ? ഉച്ചയ്ക്ക് ശേഷം പതിവായി എന്താ ചെയ്യാറുള്ളത്? വാട്ട് ഡു യു ഡു ഇൻ ദ ഈവനിങ്? വൈകുന്നേരങ്ങളിൽ പതിവായി എന്താ ചെയ്യാറുള്ളത്? ഇനി നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, ഹിസ് ഓർ ഹെർ നെയിം ഈസ്, ഷീ ഈസ് ഫ്രം. അവിടെ ബെസ്റ്റ് ഫ്രണ്ട് കാര്യം കൂടി പറയാണ് കേട്ടോ. ഷീ ലിവ്സ് ഇൻ ഓർ ഹീ ലിവ്സ് ഇൻ. അബൌട്ട് യുവർ ഡ്രീം, നമ്മുടെ ഡ്രീമിനെ കുറിച്ച്. വൈ ഡു യു ലൈക്ക് ദാറ്റ്? ആ ഡ്രീം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? നമ്മൾ കുട്ടിയോട് ചോദിക്കുകയാണ്, ഡു യു എൻജോയ് യുവർ ഡ്രീം? നിൻ്റെ സ്വപ്നം നീ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ടോ, ആസ്വദിക്കാറുണ്ടോ? ഐ ഹാവ് ടു സ്റ്റഡി ഹാർഡ്. ഐ എം പ്രൗഡ് ഓഫ് മൈ ഡ്രീം ഓഫ് ബിക്കമിങ് എ ഡോക്ടർ, എ ടീച്ചർ. എൻ്റെ ഒരു ടീച്ചറായി തീരാനുള്ള എൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഐ എം പ്രൗഡ് ഓഫ് മൈ ഡ്രീം ഓഫ് ബിക്കമിങ് എ ടീച്ചർ. ഐ ഹാവ് ടു സ്റ്റഡി ഹാർഡ്. എനിക്ക് കഠിനമായി പഠിക്കേണ്ടതുണ്ട്. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ. സ്കൂളിലെ ഫസ്റ്റ് ഡേയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. മൈ ടീച്ചർ ആസ്ക്ഡ് മീ മൈ നെയിം ഓർ ഫാദേഴ്സ് നെയിം. എൻ്റെ പേര് ടീച്ചർ ചോദിച്ചു, എൻ്റെ ഉപ്പാൻ്റെ അച്ഛൻ്റെ പേരും ചോദിച്ചു. ടോക്ക് അബൌട്ട് ദെയർ ഡെയിലി റുട്ടീൻ. ഇനി കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച്, ദൈനംദിന കർമ്മങ്ങളെക്കുറിച്ച്, പ്രവൃത്തികളെക്കുറിച്ച് പറയാനൊക്കെ എന്ത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്? സം ക്വസ്റ്റ്യൻസ് ടു ബി ആസ്ക്ഡ്. ഇവിടെ നമ്മൾ കുട്ടികളോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വരുന്നത്. വാട്ട് ടൈം ഡു യു ഗോ ടു സ്കൂൾ? നിങ്ങൾ എപ്പോഴാണ് സ്കൂളിൽ പോകാറുള്ളത് പതിവായിട്ട്? വാട്ട് ടൈം ഡു യു കം ബാക്ക് ഹോം? എപ്പോഴാണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങാറുള്ളത്? വാട്ട് ടൈം ഡു യു ഹാവ് ഡിന്നർ? എപ്പോഴാണ് ഡിന്നർ കഴിക്കാറുള്ളത്? വാട്ട് ടൈം ഡു യു ഗോ ടു ബെഡ്? എപ്പോഴാണ് പിന്നെ ഉറങ്ങാറുള്ളത്? ഓക്കെ, ഇനി ഇത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫോമുകൾ കൂടി ഉണ്ട്. ഐ എം ഗ്ലാഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഡെയിലി റുട്ടീൻ ലൈക്ക് ഗെറ്റിംഗ് അപ്പ് ഏർലി, ഗോയിങ് ടു സ്കൂൾ ഏർലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടത് ഫില്ല് ചെയ്യാം. ഇൻ ദ മോർണിംഗ് ഐ യൂഷ്വലി wake up at 4 o'clock. In the morning, I usually go to school at 8:30. എന്നൊക്കെ പറയാവുന്നതാണ്. ഓക്കെ. In the afternoon, I have my lunch. I go to bed at 10 o'clock at night. In the evening, I study my lessons. സോ ഇനി അടുത്തൊരു ഹെഡിങ് അവിടെ നമ്മൾ ഡാർക്കൻ ചെയ്യാൻ വിട്ടുപോയതാണ്. ടോക്ക് അബൌട്ട് ദ സോളാർ സിസ്റ്റം. നമ്മൾ പഠിപ്പിക്കുന്ന EVSലെ ഒരു ചാപ്റ്റർ തന്നെയാണ് സോളാർ സിസ്റ്റം അഥവാ സൗരയുദ്ധം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കാനുള്ള കാര്യമൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദർ ഇൻ അവർ സോളാർ സിസ്റ്റം? അല്ലേ, 9 പ്ലാനറ്റ് ആണുള്ളത് പറയുന്നത്. ഇപ്പോൾ യുറാനസ്, നെപ്റ്റ്യൂണോ ഏതൊന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്യുകൊണ്ട് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, വാട്ട് ആർ ദേ? ആ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ഈസ് അറ്റ് ദ സെൻറ്റർ? സെൻറ്ററിൽ ഏത് ഗ്രഹമുള്ളത്? സെൻറ്ററിൽ ഗ്രഹമില്ല, സെൻറ്ററിൽ സണ്ണാണ്. വിച്ച് ഈസ് ദ നിയറസ്റ്റ് പ്ലാനറ്റ് ടു അവർ സൺ? സണ്ണോട് ഏറ്റവും അടുത്ത പ്ലാനറ്റ് ഏതാണ്? അല്ലേ. വിച്ച് ഈസ് ദ ഫാർദസ്റ്റ് പ്ലാനറ്റ് ടു സൺ? സണ്ണിന് ഏറ്റവും ദൂരെ കിടക്കുന്ന പ്ലാനറ്റ് ഏതാണ്? വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് എമംഗ് ഓഫ് ഓൾ ഓഫ് ദം? ഈ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റുകളിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പം കൂടിയ പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാറ്റേൺ അല്ലേ, വ്യാഴോ ആണ്. സാറ്റേൺ അല്ല, ജൂപ്പിറ്ററാണോ? പേര് വിട്ടുവയ്ക്കണം കേട്ടോ. ഓക്കെ, ഓൺ വിച്ച് പ്ലാനറ്റ്സ് ഡസ് ലൈഫ് എക്സിസ്റ്റ്? ഈ പ്ലാനറ്റുകളിൽ ഏത് പ്ലാനറ്റിലാണ് ലൈഫ് ഉള്ളത്? ഓൺ എർത്ത് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിന്നെ പറയാനുള്ള മറുപടിയും കൂടി അവിടെ താഴെ വരുന്നുണ്ട്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ അല്പം റൈറ്റിംഗ് സ്കിൽസ് വരുന്നുണ്ട്. ചില ആപ്ലിക്കേഷൻ ഫോമുകളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചില റൈറ്റിംഗ് സ്കിൽസ്. അതും നമുക്ക് നമ്മൾ ടീച്ചറായിട്ട് നമ്മൾ പിന്നെ ടീച്ചറായി മാറുമ്പോൾ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, ഇഫ് എ ടീച്ചർ വാണ്ട്സ് ടു ടേക്ക് എ ലീവ് ഫോർ സം ഡേയ്സ്, ഷീ ഹാസ് ടു സബ്മിറ്റ് എ ലീവ് ആപ്ലിക്കേഷൻ ടു ദ ഹെഡ് ഓഫ് ദ സ്കൂൾ ഇൻ അഡ്വാൻസ്. മനസ്സിലായല്ലോ. നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു 2-3 ദിവസം ഒരുമിച്ച് ലീവ് എടുക്കേണ്ടി വന്നു. അപ്പോൾ അഡ്വാൻസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ലീവ് ലെറ്റർ തയ്യാറാക്കി പ്രിൻസിപ്പാളിനോ HMനോ കൊടുക്കുക എന്നുള്ളത് അതൊരു രീതിയാണ്, ഒരു ശൈലിയാണ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ട കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനത് എന്തൊക്കെയാണ് പറഞ്ഞ മുമ്പായിട്ട്, അല്ലെങ്കിൽ അത് പറഞ്ഞ ആവശ്യമില്ല, ഈ ഫോം പറഞ്ഞാൽ മതി.
ലീവ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു ഫോർമാറ്റാണ് കാണുന്നത്. അത് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന്. കൃത്യമായിട്ട് ആ കാര്യങ്ങളൊന്ന് ഉൾക്കൊള്ളുക, വായിക്കുക കേട്ടോ. ഇതിൽ പറഞ്ഞ ഡേറ്റുകൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, റീസൺസും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ലീവ് ഓഫ് ആപ്ലിക്കേഷനായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ടീച്ചറായിരിക്കും നമുക്കിത് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ പിന്നെ പകർത്തേണ്ടി വരും. ഇനി ഒരു ഇമെയിലായിട്ട് നമ്മളിപ്പോൾ ലീവ് ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ ഇമെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റാണ് നിങ്ങൾ കാണേണ്ടത്. ഒരു ഇമെയിലിന് വേണ്ട കാര്യങ്ങൾ ആദ്യം ഗുഡ് മോർണിംഗ് മിസ്റ്റർ, ലാസ്റ്റ് നെയിം, പേര്, 2 വാക്ക് പേരൊക്കെ ഉണ്ടെങ്കിൽ അവസാനത്തെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. അത് സല്യൂട്ടേഷനാണ്. അത് കഴിഞ്ഞ ശേഷം ഐ എം ഹോപ്പ് യു ഗ്ലാഡ് എ ഗ്രേറ്റ് സ്റ്റാർട്ട് ടു ദ വീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഓപ്പണിംഗ് സെൻറ്റൻസ് കൊടുക്കണം. അത് കഴിഞ്ഞ് ബോഡി ഓഫ് ഇമെയിലാണ്, എന്തിനു വേണ്ടി നമ്മൾ ഈ ഒരു ഇമെയിൽ ചെയ്യുന്നു ആ കാര്യമാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ അവസാനം ആ ഇമെയിൽ അവസാനിപ്പിക്കുന്ന ഒരു വാചകം, അത്രയും. ഇവിടെ ഒരു 4-5 മോഡൽ കാണുന്നുണ്ട് കേട്ടോ, വായിച്ചാൽ മനസ്സിലാവും, നോക്കിയാൽ മതി. ഇത് ഡീപ്പായിട്ട് പറയുന്നില്ല, കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന സംവിധാനമല്ല, പക്ഷേ ഇതറിയുന്നത് വളരെ നല്ലതാണ്. ഇനി അവിടെ സിഗ്നേച്ചർ ചെയ്യാനുള്ള കോളം, സിഗ്നേച്ചർ ചെയ്യേണ്ടി വരില്ല ഇമെയിലിൽ, പകരം താങ്ക്സ് ആൻഡ് റിഗാർഡ്സ്, ബെസ്റ്റ് വിഷസ്, ഇതിലേത് ഒന്ന് കൊടുത്താൽ മതി. യുവേഴ്സ് സിൻസിയർലി, ഹാവ് എ പ്ലസൻറ്റ് ഡേ ഹെഡ്, ചിയേഴ്സ്, സെൻഡിങ് യു പോസിറ്റീവ് വൈബ്സ്, ഇതിലേത് ഒന്ന് മതി. ഇത് താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് കഴിഞ്ഞ ശേഷം ഇതിലേത് ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിൾസ് അവിടെ കാണുന്നുണ്ട്. ഇവിടെ ലീവ് ആപ്ലിക്കേഷൻ തന്നെ മെയിൽ ചെയ്തേക്കേണ്ടത്. അപ്പോൾ അത് നോക്കിയൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. ഇനി നോട്ടീസ്, പലപ്പോഴും നമ്മൾ സ്കൂളിലെ എന്തെങ്കിലും ക്ലബ്ബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചാർജ് ഉള്ളൊരു ടീച്ചറാണെങ്കിൽ നമുക്ക് നോട്ടീസ് ബോർഡിൽ കുട്ടികളെ അറിയിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്, വലിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ ചെയ്തോളും, പക്ഷേ ഇത് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക, നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ട കാര്യങ്ങളാണ് അവിടെ വൺ ബൈ വൺ ആയിട്ട് അങ്ങനെ കൊടുത്തിരിക്കേണ്ടത്. ഇത് സിലബസിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഞാൻ ഡീപ്പായിട്ട് പറയാത്തത് കേട്ടോ, നിങ്ങൾ വായിച്ചാൽ മതി, കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ. ഇനി അതിൻ്റെ ഒരു പാറ്റേൺ ആണ് കാണേണ്ടത്. അവിടെ എന്തൊക്കെ ഉൾപ്പെടുത്തുക. അവിടെ ഡാഷിൽ വേണ്ടത് കണ്ടൻറ്റാണ്. കണ്ടന്റ് എന്ന് പറയുമ്പോൾ കണ്ടന്റ് പറഞ്ഞ വാക്ക് നിങ്ങൾ എഴുതി വെക്കേണ്ട, പകരം ഇതിനെക്കുറിച്ചാണ്, എന്തറിയിക്കാനുള്ളതാണ് ആ നോട്ടീസ് ഉള്ളത്, ആ കാര്യമാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ നമ്മൾ ഡെസിഗ്നേഷൻ, ഇപ്പം നമ്മളെ പേരെഴുതിയിട്ട് നമ്മൾ സ്റ്റാഫ് ഇൻചാർജ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇൻചാർജ് ഓഫ് ലിറ്റററി വർക്ക്, ലിറ്റററി അല്ലെങ്കിൽ ലിറ്റററി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാഹിത്യ സമാജത്തിൻ്റെ ചാർജ് നമുക്കുള്ളതെങ്കിൽ അവിടെ അതിനൊക്കെ എഴുതാവുന്നതാണ്. നമ്മൾ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഒപ്പ് കൊടുക്കട്ടോ, കാരണം ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കാണ്ട് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കാണ്ട് ഒപ്പിട്ട് കാണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നോട്ടീസ് ബോർഡിൽ പതിക്കുക. ഓക്കെ. അതിൻ്റെ മോഡൽ കാണാൻ കഴിയും. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ, ട്രിവാൻഡ്രം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ടീച്ചറുടെ പ്രിൻസിപ്പാൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു നോട്ടീസാണത്. സ്കൂൾ ടൈമിങ്ങിൽ വന്ന മാറ്റം അറിയിക്കുകയാണ്. ഓക്കെ, വായിച്ച് നോക്കുക, അതൊരു മോഡലാണ്. സോ നമ്മുടെ ഈ ടെക്സ്റ്റൽ പാർട്ടുകൾ ഇതോടുകൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞു എല്ലാ ഭാഗങ്ങളും. അപ്പോൾ ഈ ക്ലാസ് ചിലപ്പോൾ നീണ്ടുപോയ വലിയ ക്ലാസ്സാണ്, കാരണം അറിയാലോ, ജീവിതത്തിൽ ഒരു ടീച്ചറായിട്ടുള്ള നമ്മുടെ കരിയറിൽ ഏറ്റവും പ്രയോജനം നിറഞ്ഞൊരു ക്ലാസ് തന്നെ ആയിരിക്കും ഈ ക്ലാസ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ഈ ക്ലാസ് ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് ഒരിക്കലും ആ ഒരു പ്രയോജനം കിട്ടൂല. ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ലൈഫിൽ പ്രാവർത്തികമാക്കുമ്പോഴേ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ എന്നും കൂടി അറിയിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ടെക്സ്റ്റൽ ലെസൺസ് ഇവിടെ വിരാമം കുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അറിയാലോ, ഞാൻ മുമ്പേ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു റെഫറൻസാണ്, കൃത്യമായി റെഫറൻസ് തന്നെയാണ്. അത് ഈ ഭാഗമ്പാടെ മനസ്സിലായ ശേഷം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും ഒരു ടീച്ചറായിട്ട് ആജീവനാന്തം പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ ബുക്കിലുണ്ട് എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞ റെഫറൻസാണത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തിൽ നിങ്ങൾ എല്ലാ കാര്യവും ഉൾക്കൊള്ളുക, പഠിക്കുക, നല്ലൊരു ടീച്ചറായിട്ട് മാറുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.